ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ആരാധ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിക്കേണ്ടതിന്, അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതിന്, കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവൻ്റെ ഉയർപ്പിൻ്റെ വ്യാപാര ശക്തി നമ്മിലേക്ക് വ്യാപരിക്കേണ്ടതിന്, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിന്, പുതിയ ബന്ധങ്ങൾ ആരംഭിക്കേണ്ടതിന്, ഇന്ന് പകൽ കർത്താവ് ഇടയാക്കേണ്ടതിനായി നാം ദൈവപാദത്തിൽ നമ്മെ സമർപ്പിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ആരാധന ആരംഭിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, രാജാക്കന്മാരുടെ രാജാവേ, മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവനെ, ഭൂമിയിലുള്ള രാജാക്കന്മാരെ അടക്കി വാഴുന്ന സർവശക്തനായ ദൈവമേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനെ, ഇന്ന് പകൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന രക്ഷക, ഞങ്ങൾ അങ്ങയുടെ പാദത്തിലേക്ക് അടുത്തു വന്ന് അങ്ങയ്ക്കുള്ള മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിച്ച് അങ്ങ് മാത്രം സർവാധികാരി എന്ന് ഒരു പ്രാവശ്യം കൂടെ ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ നാവുകളെയും അധരങ്ങളെയും ഞങ്ങളുടെ ബുദ്ധിയെയും ശരീരത്തെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഇവിടെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളെ തൊടണമേ, അധരങ്ങളെ തൊടണമേ, നാവുകളെ തൊടണമേ, ശരീരങ്ങളെ തൊടണമേ, ഞങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഇന്നലകളിൽ വെളിച്ചം പകർന്ന് അങ്ങ് നാളുകളിലേക്ക് വെളിച്ചം തുടരുവാനും തരുമാറാകണമേ. ഇന്ന് പകൽ ചില പുതുമകൾ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാപിക്കേണ്ടതിന് ഞങ്ങളിതാ ആഗ്രഹത്തോടെ വന്നിരിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ ഇരിക്കണമേ. ആദ്യം മുതൽ അവസാനം വരെ ഭരിച്ചു നടത്തണമേ. ഇന്നത്തെ ആരാധനയുടെ വ്യത്യസ്ത ഘടകങ്ങൾ എല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നടുന്നവൻ ഏതുമില്ല, നനയ്ക്കുന്നവൻ ഒന്നുമില്ല. വളരുമാറാക്കുന്ന ദൈവമേ, ഇന്ന് പകൽ ഞങ്ങളെ വളരുമാറാക്കണമേ. ഇന്ന് പകൽ ഞങ്ങളെ വളരുമാറാക്കണമേ. അങ്ങയുടെ ജീവൻ ഇവിടേക്ക് വ്യാപരിപ്പാൻ, അങ്ങയുടെ ജീവനിൽ അടിയങ്ങൾ വളരുവാൻ ഇന്ന് പകൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആശീർവാദം പറയുന്നത് വരെ എല്ലാ ഘടകങ്ങളിലും ഞങ്ങളുടെ പാട്ടുകൾ ആരാധനകളായി മാറട്ടെ. വ്യാപനധ്യാനത്തിങ്കൽ തീ കത്തട്ടെ, പ്രാർത്ഥന ഉയരത്തിൽ കയറട്ടെ. ഇന്ന് പകൽ ചെയ്യുന്നതൊക്കെയും തിരുനാമ മഹത്വത്തിനാകട്ടെ. ഞങ്ങൾ അർപ്പിക്കുന്ന സ്തോത്ര വഴിപാട് സുഗ്രാഹ്യയാകുമെന്ന വണ്ണം സ്വർഗത്തിലെ ദൈവം അംഗീകരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തവയെ രോഗസൗഖ്യങ്ങൾ പ്രാപിച്ചവരായി, വിടുതലുകൾ ഏറ്റുവാങ്ങിയവരായി, തവയെ ആരാധനയിൽ പങ്കെടുക്കുന്ന ചെറിയവരും വലിയവരും പ്രാർത്ഥന അർഹിക്കുന്നവരും മാറേണ്ടതിന് ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് തരുന്നു. സകല മഹത്വവും അങ്ങേക്ക്, ഘനവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക്. സകലതും നന്നായി ചെയ്യുന്നവൻ നന്നായി ചെയ്തുകൊണ്ടിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങയുടെ പരിപാലനത്തിനായി സ്തോത്രം. ദൈവം ചെയ്ത സകല നന്മകൾക്കും നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അല്പനിമിഷക്കാലം ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഗ്ലോറി ടു ഗോഡ്. മാറാതെ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തിയവനായ ദൈവം, ദൈവം ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Thank you Lord. Blessed be the Lord. മാറാത്തവൻ, വാക്ക് മാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്ക് മാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറാത്തവൻ, മാറാത്തവൻ, വാക്ക് മാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറുകില്ല, വാക്ക് മാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്ക് മാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. എത്രയാണെന്ന ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാണെന്ന ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും, പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ
വരും യാത്രയതിൽ ദാഹമേറ്റുവലഞ്ഞിടുമ്പോ ജീവനെ നീ തരുന്ന ക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. ഏകനായി വരും യാത്രയതിൽ ദാഹമേറ്റുവലഞ്ഞിടുമ്പോ ജീവന്റെ നീ തരുന്ന ക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. എത്രയാണെന്നും എത്രയാണെന്നും ജീവിതം നീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. എല്ലാ വഴികളും എൻ്റെ മുന്നിൽ ശത്രു ബന്ധിച്ചു മുദ്രവച്ച സ്വർഗ കവാടം തുറക്കുമെനിക്കാൻ സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കാൻ സൈന്യം വരും നിശ്ചയം. എത്രയാണെന്ന് ജീവിതം നീതി തെല്ലുമില്ല ജീവിതം. എത്രയാണെന്ന് എല്ലാ കരങ്ങളും ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. ഏകനായി വരും യാത്രയതിൽ ദാഹമേറ്റു വലഞ്ഞിടുമ്പോ ജീവന്റെ നീ തരും ക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. ജീവന്റെ നീ തരും ക്ഷണത്തിൽ തൃപ്തനാക്കി നടത്തുമവൻ. എത്രയാണെന്ന് ഗ്ലോറി യേശുവേ കൃപയ്ക്കായി. എത്രയാണെന്ന് ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനാൽ തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും. നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുവൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ.
പകൽക്കാല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവേ നിറഞ്ഞ മനസ്സോടെ നന്ദി തുളുമ്പി നിൽക്കുന്ന ഹൃദയത്തോടെ ദൈവത്തോട് പറയുവാൻ കഴിയുമോ? ഏകനായിട്ടുള്ള എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവമേ, ആരും സഹായിക്കുവാനില്ലാതിരുന്ന സ്ഥലങ്ങളിൽ, ആരും കാണാതിരുന്ന സാഹചര്യങ്ങളിൽ എന്നെ താങ്ങി വഴി നടത്തിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിനായി എന്നെ പിടിച്ചു നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുവെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. രോഗം നിന്നെ അലട്ടിയപ്പോൾ, വേദന നിന്നെ മാറാതെ പിടികൂടാതെ നിന്റെ കൂടെ ഇരുന്നപ്പോൾ, നിന്നെ ആശ്വസിപ്പിച്ച് നടത്തിയ ദൈവ സാന്നിധ്യത്തെ അതരങ്ങളെ തുറന്നു സ്തുതിക്കുവാൻ കഴിയുമോ? ഈ അന്തരീക്ഷം ദൈവത്തിന്റെ സ്തുതി കൊണ്ടും സ്തോത്രം കൊണ്ടും നിറയട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ ശരീരം വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കുക. അതരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ അതരങ്ങളെ ചലിപ്പിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുത്തുകൊണ്ട്, ആരോഗ്യം ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തോട് പറ, കർത്താവേ നിന്റെ കൃപ കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ കഴിവല്ല, എന്റെ പാരമ്പര്യമല്ല, എന്റെ മഹത്വമല്ല, നിന്റെ കഴിവ്, നിന്റെ കഴിവ്, നിന്റെ കഴിവ്, നിന്റെ കൃപ. ദൈവത്തോട് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം നന്ദി, നന്ദി യേശുവേ. Glory, 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 glory to God. Hallelujah, hallelujah. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ ഹല്ലേലൂയ. പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. Glory to God. നമ്മുടെ ദൈവം എത്ര നല്ല ദൈവം. നമ്മൾ ഒരുമിച്ച് പാടിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നതാ. ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ ഞങ്ങൾ നിന്നെ ആത്മാവിൽ ആരാധിക്കും. ഒരുമിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനയ്ക്ക് യോഗ്യനെ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിമൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും. ആരാധനയ്ക്ക്, ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പണിയെ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്നെ പണിയെ പിടിച്ചെടുത്തു. പാവനീടം തന്നു പാപത്തിൽ കരപോക്കി, പാവനീടം തന്നു പാപത്തിൽ കരപോക്കി. രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനം നിൻ മക്കൾ കൂടിയിടുമ്പോ, മധ്യേ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യേ വന്നാനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമേ അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. അതിമനൂറ്റാണ്ടിൽ ദാസർ മർക്കോസിൻ മാളികയിൽ, അതിമനൂറ്റാണ്ടിൽ ദാസർ മർക്കോസിൻ മാളികയിൽ. നിന്നാവി പകർന്നപ്പോൾ നിന്നാസം മധ്യത്തിൽ
നിൻ ശക്തിയായ ചിടുക അങ്ങേ ആത്മാവിൽ ആരാധിക്കും. ഒരേപിൽ മോശ കണ്ട ഉൾപ്പാടത്തിൽ കത്തിയതാ അഗ്നി നീ. ഹല്ലേലൂയ. ഒരേപിൽ മോശ കണ്ട ഉൾപ്പാടത്തിൽ കത്തിയതാ അഗ്നി നീ. നിൻ മക്കളിൽ പകർന്ന അത്ഭുതം ചെയ്യുവാൻ, നിൻ മക്കളിൽ പകർന്ന അത്ഭുതം ചെയ്യുവാൻ ബന്ധനം അഴിഞ്ഞിട്ടുണ്ട് നിൻ ദാസർ ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. ബന്ധനം അഴിഞ്ഞിട്ടുണ്ട് നിൻ ദാസർ ആത്മാവിൽ ആരാധിക്കും. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താത്തതുപോൽ. ഹല്ലേലൂയ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ കപ്പെടുത്താത്തതുപോൽ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞത്, പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞത് അങ്ങേ ഞാൻ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഹല്ലേലൂയ. അങ്ങേ ഞാൻ ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഹല്ലേലൂയ. ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയും ഒഴിയും നിർമ്മിച്ച ശക്തിയോടെ. ഹല്ലേലൂയ. Glory to God. Oh hallelujah. Oh hallelujah. Hallelujah. Oh hallelujah. Glory Jesus. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. ഹല്ലേലൂയ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാപനീടം തന്നു പാപത്തിൻ കരപൊക്കി, പാപനീടം തന്നു പാപത്തിൻ കരപൊക്കി. രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ഓ വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിൻ മക്കൾ കൂടിയിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിൻ മക്കൾ കൂടിയിടുമ്പോ മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യേ വന്ന അനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമേ അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. ചെയ്തവൻ നീ മാത്രമേ അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. അതിമധുറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ഹല്ലേലൂയ. അതിമധുറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ. ഓ നിന്നാവി പകർന്നപ്പോൾ നിന്ദാസർ ഭാഗ്യത്തിൽ നിന്നാവി. Glory. Hallelujah. Oh Jesus. Hallelujah. Glory to God. ആത്മാവിൽ ആരാധിക്കും. ഒരേപിൽ മോശ കണ്ട ഉൾപ്പാടത്തിൽ കത്തിയതാ അഗ്നി നീ. ഹല്ലേലൂയ. ഒരേപിൽ മോശ കണ്ട. ഓ ഹല്ലേലൂയ. നിൻ മക്കളിൽ പകർന്ന അത്ഭുതം ചെയ്യുവാൻ, നിൻ മക്കളിൽ പകർന്ന അത്ഭുതം ചെയ്യുവാൻ ബന്ധനം അഴിഞ്ഞിട്ടിന്ന് നിൻ ദാസർ ആത്മാവിൽ ആരാധിക്കും. ഹല്ലേലൂയ. ബന്ധനം അഴിഞ്ഞിട്ടിന്ന് നിൻ ദാസർ ആത്മാവിൽ ആരാധിക്കും. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. 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 നമ്മുടെ യേശു. ഹല്ലേലൂയ. 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 നമ്മുടെ യേശു ജീവിക്കുന്നു.
സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിരച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചുവെന്നെ ചോദിച്ചത് ഉള്ളിൽ പോലും നിരച്ചതല്ല ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു അവൻ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു അവൻ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു കുറ്റൊരു കൂടെയൊരു തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും കുറ്റൊരു കൂടെയൊരു തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നീ മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു അവൻ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ശക്തിയോടെ glory hallelujah hallelujah amen hallelujah നമ്മുടെ യേശു ജീവിക്കുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആമേൻ ആരാധിപ്പാൻ ഓ റിമാന ശേരാരാധികശേരെ റിമാന ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഓ റിമാന ശേരെ ദിഗശാനം തേരം ദാനകരേ ലക്ഷാനകരേ ഓ റികാരം തേരം ദാനം തേരകദാനം തേരകദാനചേരെ ഉടാവചേരെ ദിഗശാനകരം ദിഗശാനകരം നരനഗശൈലേരികലം ഓ റിമാന ശേരാരാധികശേര തേരം ദാനകരീത ചാനകരം നരദാന ഓ റികാലകദീതം ദാനം തേരം ദാനകരിത്ര ദാനകരേദം വിമലാനകദേനം ദാനകരത്ന ദാനകരീതം ദാനേരീക ചോലോ രീക ചാനകരം ഓ റികാനകരേനകരം നരനഗശൈഡാനകരേ ദിനഗശാനകരീതം ദാനകരീതം ദാന വിമാനകരഗശേരേ രീക ചാനകരീതകരം നേരീക ചാന വിമലാനകദേനം ദാനകരീത ചാനകരീതം ദാനകരേരേ നഗലാനകദേനം ദാനകരേന ചാനം നരനഗശേരകരാജ കൂടബലാനകദേനം ദാനം നരനഗശൈഡകരദന ഓ റികാനാരീക ചോലോ രീക ചാനകരീതം ദാനം ദേന വിമാനകരഗശൈഡകരദന ദിനഗശൈഡീരികലം നരനഗശാനകരൂഢം ദാനങ്കാര ഓ രീക ദാനകരീതം ദാനകരേരേ വിമലാനകരീനം ദാനകരദന ചോലോ രീക ദാനം വീര ദാനകരേരേ ഓ റികാനകരാന തേരം ദാനം നരനഗശീലകരദന ഓ വിമാനാരീക ചോലോ റികാനകരീതകരം നരദാനം നരനഗശൈഡേരികല കൂടബലാനകരീതം ദാനകരീത ചാനകരഗശാന ആത്മാവിന്റെ ശക്തിയെ ചലിക്കട്ടെ ആത്മാവിന്റെ ശക്തിയെ ചലിക്കട്ടെ ആത്മാവിന്റെ ശക്തിയെ ചലിക്കട്ടെ നാല് വശത്തു നിന്ന് ഊതുന്ന കാറ്റ് അത് നിന്റെ വിടുതലായി മാറട്ടെ അത് നിന്റെ സൗഖ്യമായി മാറട്ടെ ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കകത്തത് ഊതുന്നതിനാൽ ഓ റീമാന രാധ ശഖനാദി ആരവ ശേഖേ റുബനരദന ശഖരാദി ആലവ ശഖരദന റീമാന രാധനോ റീഖാമ ശഖാനി ആലവ ശരദന രദനഗദഗദഗദി ആലവ ശബ്ദനാദഗസ്തിയ ഇത് നിന്റെ എല്ലുകൾക്ക് ശക്തിയായി മാറട്ടെ ശരീരത്തിൽ സൗഖ്യമായി ഭവിക്കട്ടെ നിന്നെ ചലിപ്പിക്കുന്ന ദൈവശക്തി നിന്റെ കുടുംബത്തെ ചലിപ്പിക്കുന്ന ദൈവശക്തി ആത്മീക ജീവിതത്തെ ഉയർത്തുന്ന ദൈവിക ശക്തി Oh Jesus, 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 Jesus. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. Hallelujah, 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 glory. ഉന്നത വിളി പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ,
നിന്നെ ഉന്നതങ്ങളിലേക്ക് നടത്തുവാൻ ദൈവം താല്പര്യപ്പെടുമ്പോൾ നീ എന്തിന് താഴ്വരയിൽ സ്റ്റേ ചെയ്യണം? നീ എന്തിന് താഴ്വരയിൽ താമസിക്കണം? Praise the Lord. ഇന്ന് പകൽക്കാലം ഒരുമിച്ചൊന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ ദൈവം ഉന്നത വിളിയാൽ എന്നെ വിളിച്ചിരിക്കുന്നു. ഉന്നത വിളി പ്രാപിച്ച ദൈവ പൈതങ്ങളെല്ലാം ചേർന്ന് ശക്തമായി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. Glory to God. Hallelujah. പകൽക്കാലം ആ ദൈവത്തോട് പറയുക, നീ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യുവാൻ ശക്തമാണ്. Praise the Lord. യേശുവിൻ്റെ അമ്മ കലവറയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവശബ്ദം കേൾക്കുക. Praise God. നീ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. Hallelujah. പകൽക്കാല ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് ദൈവത്തോട് പറയാം. ജീസസ്. சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன் என் நண்பர் இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன் என் நண்பர் இயேசுவே. ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. எல்லா கரங்களும் உயர்த்தி ஆராதனை இயேசுவுக்கே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன் என் நண்பர் இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன் என் நண்பர் இயேசுவே. கடலின் மீதே நடந்திடவும் அற்புத பாதங்கள், எனக்கு முன்னே செல்வதா எனக்கில்லை கவலை. காற்றையும் கடலையும் அதட்டிய உம் அற்புத வார்த்தைகள், எந்த துணையாக நிற்பதா எனக்கேது கவலை. ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே, ஆராதனை, ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன் என் நண்பர் இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன் என் நண்பர் இயேசுவே. பாதை எல்லாம் அந்த எல்லாரும் சூழ்ந்து கொண்டார்,
கொண்டாலும் பாதை காத்த நேசருண்டு பயமே இல்லை. பாரோன் சேனை தொடர்ந்து வந்து சூழ்ந்து கொண்டாலும் பாதுகாத்த கர்த்தருண்டு பயமே இல்லை. ஹல்லேலூயா. ஆராதனை எல்லா கரங்களும் உயர்த்தி ஆராதனை ஆராதனை இயேசுவுக்கே. ஹல்லேலூயா. ஆராதனை இயேசுவுக்கே. ஹல்லேலூயா. ஆராதனை இயேசுவுக்கே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உன் பாதம் ஒன்றை பிடிப்பேன், என் நண்பர் இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் വഴിയിൽ എൻ പാദം ആ നാമത്തെ ഉയർത്തുവാൻ, യേശുവിന്റെ നാമത്തെ ആരാധിക്കുവാൻ. നീ சொன்னால் போதும் செய்வேன், നീ കാട്ടും വഴിയിൽ നടപ്പേൻ, ഉൻ പാദം ഒன்றை പിടിപ്പേൻ, എൻ അൻപ് യേശുവേ. ഇന്ന് പകൽക്കാലം ആരാധനയുടെ ശബ്ദം വീണ്ടും ഒന്ന് ഉയരുവാൻ, യേശുവിന്റെ നാമത്തെ ഗ്ലോറിഫൈ ചെയ്യുവാൻ, മഹത്വീകരിക്കുവാൻ നമ്മുടെ ശബ്ദവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ അകത്തുള്ള സകലതും ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ച് ഒന്ന് പറയുമ്പോൾ, കർത്താവേ, ആരാധന അങ്ങേക്ക് മാത്രമായിരിക്കും, ആരാധന അങ്ങേക്ക് മാത്രമായിരിക്കും. എൻ്റെ അനുസരണത്തിൽ, എൻ്റെ തീരുമാനങ്ങളിൽ, എൻ്റെ ജീവിത വഴികളിൽ, എൻ്റെ ജീവിത വിശുദ്ധിയിൽ, സകലത്തിലും അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് എന്തു പറഞ്ഞാലും ചെയ്യുവാൻ ഇതാ എന്നെ തന്നെ ഞാൻ വിട്ടുതരികയാണ്. അവിടെ രോഗസൗഖ്യമുണ്ട്, അവിടെ അഭിഷേകമുണ്ട്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ ദൈവത്തിന്റെ കാവലുണ്ട്, അവിടെ ദൈവത്തിന്റെ കൃപകളുണ്ട്. ഒന്ന് ചേർന്ന് പറയാമോ? എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, അങ്ങേ ആരാധിക്കുവാൻ മാത്രം ഇതാ എന്നെ തന്നെ വിട്ടുതരികയാണ്. Come on, ശബ്ദമുയരട്ടെ. Thank you, Lord. ഉം പാദം ഒன்றை പിടിപ്പേൻ, എൻ അൻപ് യേശുവേ. നീ சொன்னால் போதும் செய்வேன், நீர் காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. ஆராதனை Thank you, Lord. ஆராதனை இயேசுவுக்கே. ஆராதனை இயேசுவுக்கே. Lord Jesus, we glorify your holy name. ஆராதனை இயேசுவுக்கே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காட்டும் வழியில் நடப்பேன், உம் பாதம் ஒன்றை பிடிப்பேன், என் அன்பு இயேசுவே. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. ഒരു നിമിഷം യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ, സകല മഹത്വവും ബഹുമാനവും സ്വീകരിപ്പാൻ, യോഗ്യനായ നാമത്തെ ഒന്ന് സ്തുതിക്കുവാൻ, അഭിഷേകത്താൽ ഇന്ന് നിറഞ്ഞ ചിലർ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തെ സ്തുതിക്കുവാൻ ഹല്ലേലൂയയുടെ ശബ്ദം അന്യഭാഷയിൽ. ഇതാ ഇതിന്റെ അകത്ത് ആത്മാവിന്റെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ അകത്ത് ഒരു തീ ഇറങ്ങി വരികയാണ്. ഇതിന്റെ അകത്ത് ചില കരങ്ങളെ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. കമോൺ, കരങ്ങളെ അടിച്ച് ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കുവാൻ ആരംഭിച്ചാണ്. കമോൺ, ക്ലാപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങളെ അടിച്ച് ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെ, അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. അഭിഷേകത്തിനും ദൈവ സാന്നിധ്യത്തിനും ദൈവ പ്രവർത്തിക്കും വിരോധമായി ഉയർന്നു വരുന്ന സകല മനോഭാവങ്ങളെയും, സകല ചിന്തകളെയും, സകല കൂട്ടുകെട്ടുകളെയും, സകല വാക്കുകളെയും, സകല പ്രവർത്തികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അതിന്റെ കാൽ കീഴിലാക്കുകയാണ്. In the name of Jesus, ആത്മാവിന്റെ അഭിഷേകവും ആത്മീയ സാന്നിധ്യവും വർദ്ധിച്ചു വരട്ടെ. രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ ഇതിന്റെ അകത്തും
ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ഭവനങ്ങളിൽ, ലോകത്തിന്റെ 5 വൻകരകളിൽ അല്ല, ഓരോ ഭവനങ്ങൾക്കകത്ത് ഇന്ന് ഈ ആലയത്തിന്റെ അകത്ത് വന്നിരിക്കുന്നവരുടെ ഇടയിൽ ദൈവ സാന്നിധ്യം ജയത്തിനായി, സൗഖ്യത്തിനായി, വിടുതലിനായി, പ്രാർത്ഥനയ്ക്ക് മറുപടിക്കായി, അനുഗ്രഹത്തിനായി, ഉയർച്ചയ്ക്കായി, വെളിച്ചത്തിനായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൊടുങ്കാറ്റ് വീശുന്നത് പോലെ ഇതിന്റെ അകത്തും ഈ ശബ്ദം ചെല്ലുന്ന ഓരോ സ്ഥലത്തും വീശുകയാൽ. ഓ യെസ്, കം ഓൺ, കരങ്ങളെ അടിച്ച് Thank you Lord, thank you Lord. ഇതിന്റെ അകത്തുള്ള ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. പ്രാർത്ഥനകൾക്ക് മറുപടിയും അനുഗ്രഹവും ഉയർച്ചയും സകല മാന്യതകളും കർത്താവ് റിലീസ് ചെയ്തിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥന എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാലും നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കുവാൻ പോകുകയാണ്. ഞാനൊരു കാര്യം വിശ്വസിക്കുന്നു, ഇതിൻ്റെ അകത്ത് ദൈവ സൗഖ്യത്തിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും വലിയൊരളവ് പകർന്നു കഴിഞ്ഞ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാലും. ദൈവവചനത്തിലേക്ക് കടക്കുവാൻ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കാം. കർത്താവിനെ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ മറ്റും ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പങ്കെടുക്കുന്നവരെ ഓരോരുത്തരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് വേഗത്തിൽ ദൈവത്തിൻ്റെ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 2-3 മിനിറ്റുകൾ ഞാൻ എക്സ്ട്രാ എടുത്തു എന്നെനിക്കറിയാം. ഇന്ന് പകൽക്കാലം ഇവിടെ എടുക്കുവാൻ മാനപാത്രങ്ങളും ഹീനപാത്രങ്ങളും എന്ന വിഷയം എടുത്തു തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ അല്പസ്വല്പ വ്യത്യാസങ്ങളിലേക്ക് മാറും. തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ വീട്ടിൽ, നമ്മൾ ആ വാക്യം വായിക്കും, ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള മാന്യമായ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ മാനകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മരം, മണ്ണ് മുതലായവ കൊണ്ട് ഉപയോഗിക്കുന്ന അഥവാ മാന്യത കുറഞ്ഞ, വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന ഹീനമായ കാര്യങ്ങൾക്കും മാന്യത കുറഞ്ഞ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട് എന്ന് കാണാം. വായിക്കാം. തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. നമ്മുടെ ഇടയിൽ ഏതു വീടെടുത്താലും, പ്രത്യേകിച്ചൊരു വലിയ വീടെടുത്താൽ പലതരം പാത്രങ്ങളുണ്ട്. ഞാനിത് ലോകത്തിൻ്റെ 5 വൻകരകളിലും ഈ സബ്ജക്റ്റ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് അതിനേക്കാൾ ഒരല്പം ഡൈവേർഷനിലേക്ക് പോകും, ഇല്ലെങ്കിൽ ആവർത്തനമായി മാറും. എന്നാൽ ഓർപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, എൻ്റെ വീട്ടിൽ മാന്യരായ അതിഥികൾക്ക് ഭക്ഷണം വിളമ്പേണ്ടതിന് വേണ്ടി അല്പം വില കൂടുതലുള്ള പാത്രങ്ങൾ നിശ്ചയമായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാര്യം, മാന്യത അർഹിക്കുന്നവന് മാന്യത കൊടുക്കണം, മാനവും ബഹുമാനവും കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷേ ബാത്റൂം കഴുകാനും ബാത്റൂമിലെ ആസിഡ് കലക്കാനും ഈ മാനപാത്രങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല. പകരം പ്ലാസ്റ്റിക് കപ്പിൻ്റെ കുഴ പൊട്ടിയത് എടുത്ത് കളയാതെ അതുവരെ വെച്ചിട്ടുണ്ട്. ഹീനപാത്രങ്ങളും വീട്ടിലുണ്ട്. വില കുറഞ്ഞ ഹീനപാത്രങ്ങൾ ഹീനകാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ വില കൂടിയ മാന്യപാത്രങ്ങൾ മാന്യകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഏത് വലിയ വീട്ടിലും ഇതുണ്ട്. ദൈവത്തിൻ്റെ തിരുസഭ ഏറ്റവും വലിയൊരു വീടാകയാൽ ദൈവത്തിൻ്റെ തിരുസഭയിൽ മാന്യകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മാനപാത്രങ്ങളും ഹീനകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഹീനപാത്രങ്ങളും ഉണ്ട്. ഈ ആശയം തിരുവചനത്തിൽ ആദ്യമായി കാണുന്നത് യെരമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലാണ്. നമ്മൾ ഈ വാക്യം ഇവിടെ വായിക്കുന്നില്ല. യെരമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട്. 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, അഥവാ യെരമ്യ 18-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ യെരമ്യ പ്രവാചകനോട് ദൈവം ഒരു ദൂത് കൈമാറുന്നതാണ്. യെരമ്യ പ്രവാചകൻ പ്രവചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കവേ ഒരു ദൂതിൻ്റെ പകുതിയായതോടെ ദൈവം യെരമ്യാവിനോട് പറഞ്ഞു, ഇനി നീ ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലോട്ട് ചെല്ല്, അവിടെ വെച്ച് ഞാൻ ബാക്കി ഭാഗങ്ങൾ നിന്നെ അറിയിക്കും. കേവലം ഇതിൻ്റെ ബുദ്ധിയിൽ വെളിപ്പെടുത്തി തരുന്നത് കൊണ്ട് മാത്രം തികയുന്നില്ല, ഒരു പ്രവചന ക്രിയയായി ഞാൻ നിന്നെ അത് കാണിക്കാൻ പോകുകയാണ്. നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലോട്ട് ചെല്ല്, അവിടെ നീ ഒരു ക്രിയ കാണും. അദ്ദേഹം എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുശവൻ, പോട്ടർ, അദ്ദേഹം ഒരു ചക്രത്തിൻ്റെ മേൽ വേല ചെയ്യുകയാണ്. അന്നും ഇന്നും കുശവന്മാർ ചെയ്യുന്ന ഒരു പ്രകൃതി, ഒരു പ്രത്യേക രീതി, പാത്രങ്ങൾ ഉണ്ടാക്കേണ്ടതിന് വേഗത്തിൽ കറക്കുവാൻ കഴിയുന്ന സെൻറ്ററിലി സസ്പെൻഡഡ് ഒരു വീലിൽ, ഒരു കാളവണ്ടി ചക്രം മാത്രം തൽക്കാലം ഉദ്ദേശിക്കൂ, നടുക്ക് പിടിച്ചു നിർത്താവുന്ന ഒരു ചക്രത്തിൽ കുറച്ച് മണ്ണ് വെച്ച് അതിനെ വേഗത്തിൽ കറക്കും. ആ ചക്രം വേഗത്തിൽ കറങ്ങി തുടങ്ങുമ്പോൾ നടുവിലുള്ള മണ്ണിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ കരം വയ്ക്കും. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ഏതുവഴി ചലിക്കുമോ, എങ്ങനെയൊക്കെ അനങ്ങുമോ ആ ഷേപ്പിൽ ഒരു പാത്രമായി നടുവിലിരിക്കുന്ന മണ്ണ് മാറും. നേർമയുള്ള കുഴഞ്ഞ
കൊള്ളാവുന്ന മണ്ണെടുത്ത് ആ ചക്രത്തിൻ്റെ നടുവിൽ വെച്ച് ചക്രത്തെ വേഗത്തിൽ കറക്കിയ ശേഷം കുശവൻ്റെ കൈ ആ മണ്ണിൻ്റെ മേൽ തൊടുന്നതനുസരിച്ച് ആ കറക്കത്തിൻ്റെ വേഗതയ്ക്ക് ഒത്തവണ്ണം, ആ കൈയുടെ പോക്കിനൊത്തവണ്ണം ഈ മണ്ണ് ഒരു പാത്രമായി മാറും. യെരമ്യാവ് നോക്കിക്കൊണ്ട് നിൽക്കവേ കുശവൻ ആഗ്രഹിച്ച ഷേപ്പിലേക്കോ അല്ലെങ്കിൽ മിനുസത്തിലേക്കോ വരാതെ ഒരു പാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അയോഗ്യമായി മാറി. താൻ മണ്ണെടുത്ത് കളയാതെ തനിക്ക് ബോധിച്ച വേറൊരു രൂപത്തിലേക്ക് ആ പാത്രത്തെ മാറ്റി. രണ്ടാമത്തെ രൂപത്തിന് അത് കൊള്ളാവുന്നതായിരുന്നു. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ കയ്യിൽ ഒരല്പം മണ്ണ് കിട്ടി, ഞാനൊരു കൊശവൻ്റെ സ്ഥാനത്താണെങ്കിൽ കഴിവുള്ളിടത്തോളം വിലപ്പിടിപ്പുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാനായി ഞാൻ ശ്രമിക്കും എന്നും ഉപയോഗിക്കുന്ന ഉദാഹരണം. എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം മണ്ണ് കിട്ടി, അല്ല കുറച്ചുകൂടെ കൂടുതൽ കിട്ടി, അതിൽ 1 കിലോഗ്രാം പാത്രങ്ങളാക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നത് കഴിയുമെങ്കിൽ ആ മണ്ണ് കൊള്ളുമെങ്കിൽ മേശപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല പ്ലേറ്റുകളാക്കി മാറ്റാൻ ശ്രമിക്കും, നല്ല വെളുത്ത നിറമുള്ള മണ്ണാണെങ്കിൽ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു പാത്രം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഡൈനിങ് പ്ലേറ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന മണ്ണ് വെയിറ്റ് തീരെ കുറച്ച് മതി. മേ ബി 25 ഗ്രാം കൊണ്ട് എനിക്കൊരു പ്ലേറ്റ് ഉണ്ടാക്കാം. അതിൽ ഒരു പ്ലേറ്റിന് 100 രൂപയെങ്കിലും എനിക്ക് കിട്ടും എങ്കിൽ 1 കിലോ മണ്ണിൽ നിന്ന് എനിക്കൊരു 400 രൂപയെങ്കിലും കിട്ടും. മാത്രമല്ല പ്ലേറ്റ് വളരെ മിനുസമുള്ളതാണെങ്കിൽ ചോറുണ്ണുന്നതിന് ഇടയിൽ വിശിഷ്ടരായ അതിഥികൾ, മാന്യരായ അതിഥികൾ ഒരു നോട്ടം നോക്കി ഇത് ഏത് കമ്പനി ഉണ്ടാക്കിയ പ്ലേറ്റ് ആണെന്ന്, അത് ഉണ്ടാക്കിയ കമ്പനിക്കൊരു മാന്യതയുണ്ട്. പക്ഷേ മിനുസം ഇല്ലാത്ത മണ്ണാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതായ നിർമ്മലതയോ ഞാൻ ആഗ്രഹിക്കുന്നതായ പോളിഷോ ആ പ്ലേറ്റിന് കിട്ടത്തില്ലെങ്കിൽ ഞാനതിനെ കറിച്ചട്ടിയാക്കാൻ നോക്കും. നിറവ്യത്യാസം ഉള്ളതുകൊണ്ട് അതിനെ പ്ലേറ്റായി പോകാൻ ഒക്കത്തില്ല, ഡൈനിങ് പ്ലേറ്റ് ആക്കാൻ ഒക്കത്തില്ല, കറിച്ചട്ടിയാക്കാം. കറിച്ചട്ടിയാക്കിയാൽ ഒരു പക്ഷെങ്കിൽ 1 കിലോഗ്രാമിൽ നിന്ന് വെറും 2 ചട്ടി എനിക്ക് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. ഒരു ചട്ടിക്ക് 10 രൂപ വെച്ച് കിട്ടിയെന്ന് വരാം. മേക്ക് ഇറ്റ് 40 രൂപയായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഒന്നാമത്തേതിൽ മാന്യത ലഭിക്കും, എനിക്ക് ഒരു നല്ല വില ലഭിക്കും. രണ്ടാമത്തേതിൽ മാന്യത കാണത്തില്ല, ഒരു ചെറിയ വിലയാണ്. കറിച്ചട്ടിയാക്കാനും ആ മണ്ണ് കൊള്ളാതെ വന്നാലോ ഞാനിതിനെ ചെടിച്ചട്ടിയാക്കി മാറ്റും. ചെടിച്ചട്ടിയാക്കിയാൽ 1 കിലോ മണ്ണിൽ നിന്നൊരു കൊച്ചു ചെടിച്ചട്ടിയേ ഉണ്ടാകത്തുള്ളൂ. കിട്ടിയാൽ 5 രൂപയും കിട്ടും, അതിൽ കവിഞ്ഞൊന്നും കിട്ടാനില്ല. ഒരു കുശവന്, ഒരു ശില്പിക്ക്, ഒരു ഉടമയ്ക്ക് ഏറ്റവും മാന്യതയുള്ള പാത്രങ്ങളാക്കി തൻ്റെ കയ്യിലിരിക്കുന്ന മണ്ണിനെ മാറ്റണമെന്ന ആശയമുണ്ട്. പക്ഷേ മണ്ണിൻ്റെ നേർമയും സ്വഭാവവും ഗുണങ്ങളും മറ്റും വിലപ്പിടിപ്പുള്ളതാണെങ്കിൽ അത് ആ ഉന്നത ലെവലിലേക്ക് ഉയരുകയും ഇല്ല എങ്കിൽ താഴ്ന്ന ലെവലിലേക്ക് മാറുകയും ചെയ്യും. കുശവൻ്റെ വീട്ടിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുശവൻ്റെ കയ്യിൽ ഒരു പാത്രം കേടായി. താൻ ആഗ്രഹിച്ച ലെവലിലേക്ക് ആ പാത്രത്തെ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. താൻ ആ മണ്ണ് കളഞ്ഞില്ല. തനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ തൻ്റെ പരിചയത്തിനൊത്തവണ്ണം ഈ പക്വത ഈ മണ്ണിനില്ലാത്തത് കൊണ്ട് ഇതിനേക്കാൾ താഴ്ന്ന വേറൊരു പർപ്പസിനാകാം എന്ന് പറഞ്ഞ് അതിനെ 2ാം തരം പാത്രമാക്കി മാറ്റി. ഇതിനെ തുടർന്ന് യെരമ്യാ പ്രവാചകനോട് യഹോവയായ ദൈവം സംസാരിച്ചു. പ്രവാചക യെരമ്യാവേ, എൻ്റെ ജനമായ ഇസ്രായേൽ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ജനമാ, എനിക്കിഷ്ടമുള്ളതുപോലെ അവരെ ഒരു പാത്രമാക്കാൻ കഴിയത്തില്ലേ? വേറൊരു ഭാഷയിൽ, നിങ്ങളെൻ്റെ കയ്യിൽ നന്നായി ഇരുന്നാൽ നിങ്ങൾക്ക് നന്നാകാൻ കഴിയും, നിങ്ങളെൻ്റെ കയ്യിൽ നന്നായി ഇരിക്കുന്നില്ലെങ്കിൽ വില കുറഞ്ഞു പോകും. മാന്യതയുള്ള പാത്രങ്ങൾ മേശപ്പുറത്ത് വരുമ്പോൾ മാന്യത കുറഞ്ഞ പാത്രങ്ങൾ മണ്ണിൽ ചെടിച്ചട്ടിയായി മാറും. മാന്യതയേറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിച്ചാൽ നിങ്ങളുടെ യോഗ്യതയ്ക്കൊത്തവണ്ണം എനിക്ക് നിങ്ങളെ രൂപീകരിക്കാൻ അറിയാം എന്ന് പറയുകയാണ്. ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് തിരുസഭയ്ക്കുള്ള മെസ്സേജ് ആകയാൽ ഒന്ന് ഓർപ്പിച്ചോട്ടെ. കറങ്ങാത്ത ചട്ടികളിൽ, കറങ്ങാത്ത ചക്രങ്ങളിൽ ഇരിക്കുന്ന ഒരു മണ്ണും പാത്രമാകത്തില്ല. അവിടെ പാത്രം കേടാകത്തുമില്ല. കറങ്ങുന്ന ചക്രത്തിൽ മാത്രമേ പാത്രങ്ങൾ കേടാകത്തുള്ളൂ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ചർച്ച് 50 വർഷമായി ഇന്നു വരെ ഒരു വ്യക്തിയിലെ ഞങ്ങൾ പറഞ്ഞു വിടേണ്ടി വന്നിട്ടില്ല. മോനെ, കറങ്ങാത്ത ചക്രത്തെ എന്ന് പറഞ്ഞു വിടേണ്ട കാര്യമില്ല. കറങ്ങുന്ന ചക്രത്തിൽ മാത്രമേ പാത്രങ്ങൾ ഉണ്ടാകത്തുമുള്ളൂ, പാത്രങ്ങൾ കേടാകത്തുമുള്ളൂ. പക്ഷെ കറങ്ങുന്ന ചക്രത്തിൽ ഇരിക്കുവാൻ പദവി ലഭിച്ച നാം യോഗ്യമായ പാത്രങ്ങളായി മാറുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വിലയേറിയ പാത്രങ്ങളെയും വില കുറഞ്ഞ പാത്രങ്ങളെയും അവിടെ നമുക്ക് ഒന്ന് കാണാൻ കഴിയും. റോമാലേഖനം 9-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതേ ആശയം തന്നെ വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വീണ്ടും എടുക്കുന്നു. തീമോത്തിയോസിൽ ഈ ആശയം തൊട്ട അതേ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് വീണ്ടും ഈ ആശയം തൊടുന്നത് കാണാം. റോമാലേഖനം 9:21. അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഒരേ പിണ്ഡത്തിൽ നിന്ന്. ആദ്യമേ തീമോത്തിയോസിന്റെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞത് വിലയേറിയ വസ്തുക്കളിൽ നിന്ന് വിലപ്പിടിപ്പുള്ള പാത്രങ്ങൾ മാനകാര്യത്തിനും,
വില കുറഞ്ഞതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പൊന്ന് വെള്ളി മുതലായ വിലയേറിയ വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ വിലപ്പിടിപ്പുള്ളതാകയാൽ മാന്യകാര്യത്തിനും, മരം മണ്ണ് മുതലായി കൊണ്ടുണ്ടാക്കുന്ന പാത്രങ്ങൾ വില കുറഞ്ഞതാകയാൽ അമാന്യകാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതേ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് വീണ്ടും പറയുകയാണ്, കുശവനെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് തൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് ഒരേ വിണ്ണത്തിൽ നിന്ന് ഒന്നിനെ മാനകാര്യത്തിനും വേറൊന്നിനെ ഹീനകാര്യത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിൻ്റെ മേൽ അധികാരമില്ലേ? തിരുസഭ ദൈവകരങ്ങളിൽ ഇരിക്കുന്ന മണ്ണാണെങ്കിൽ എന്നെ നല്ലവനായി ഉയർത്തുവാനും മാന്യകാര്യത്തിന് ഉയർത്തുവാനും കൊള്ളുകയില്ലെങ്കിൽ ഹീനകാര്യത്തിന് വേണ്ടി ആക്കുവാനും യജമാനന് അധികാരമുണ്ട്. ഒരയജമാനും താണപാത്രം ഉണ്ടാക്കാൻ താല്പര്യം കാണത്തില്ല, മാന്യതയുള്ള പാത്രങ്ങൾ ഉണ്ടാക്കാനാണ് താല്പര്യം. എന്നാൽ അതിന് പ്രയോജനപ്പെടാതെ വന്നാൽ ഈ ചർച്ചിൽ നിന്ന് ചിലതിനെ മാന്യകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഉയർത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ പാസ്റ്റർ എന്ന സാഹചര്യത്തിൽ ഒരൊറ്റ വ്യക്തിയെപ്പോലും താണതിന് ഉപയോഗിക്കാതെ ദൈവമേ ഉയർന്നതിന് വേണ്ടി ഒരുക്കേണ്ടതിന്, മാന്യകാര്യത്തിന് വേണ്ടി ഒരുക്കേണ്ടതിന് സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് മാത്രം ഞാൻ പറയട്ടെ. കുശവന് ഒരേ പിണ്ണത്തിൽ നിന്ന്, ഇതേ ചർച്ചിൽ നിന്ന് ഒന്നിനെ മാനകാര്യത്തിനും വേറൊന്നിനെ മാന്യമില്ലാത്ത കാര്യത്തിനും വേണ്ടി വേർതിരിക്കുവാൻ അധികാരമുണ്ട്. കർത്താവേ, അങ്ങയുടെ അധികാരം രണ്ടിനുമുള്ളതാണ്. അടിയൻ്റെ സമർപ്പണത്തെ ആശ്രയിച്ച് അടിയനെ നല്ല പാത്രമാക്കി മാറ്റുവാൻ കഴിയുന്ന അങ്ങ് അടിയനെ ഒരു മാനപാത്രമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് നമ്മൾ വായിക്കുന്നില്ല. റോമർ 9:23 അദ്ദേഹം തന്നെ പറയുന്നത്, എന്നെ കോപപാത്രമായിരുന്ന എന്നെ കരുണാപാത്രമാക്കി മാറ്റി. കോപപത്രം വില കുറഞ്ഞതും ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നതുമാ. എന്നാൽ എന്നെ ഒന്ന് ശുദ്ധീകരിച്ച് മാനപാത്രമാകേണ്ടതിന് കരുണാപാത്രമാക്കി എന്നെ മാറ്റി. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവസഭയ്ക്കെതിരെ കുല നിശ്വസിച്ചുകൊണ്ട്, കോപം നിശ്വസിച്ചുകൊണ്ട്, കഴിയുമെങ്കിൽ ശിഷ്യന്മാരെ ഇവിടെയും പിടിച്ച് തടവിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവുമായി കോപം നിറഞ്ഞ പാത്രമായിരുന്ന ശൗൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ എത്തുമ്പോൾ ഒരു സ്വർഗീയ ദർശനത്തിൽ ദൈവം തന്നോട് ഇടപെടുകയും തന്നെ കുതിരപ്പുറത്ത് ഒന്ന് തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. ആ കിടക്കുന്ന കിടപ്പിൽ അദ്ദേഹത്തിൽ നിന്ന് കോപം കമന്നു. ദൈവദിനത്തെ നശിപ്പിക്കുന്ന സമ്പ്രദായങ്ങൾ, ആ ചിന്തകൾ തന്നിൽ നിന്ന് കമന്നു മാറി. തന്നൊരു വിളി വിളിച്ച് ചോദിച്ചു, യഹോവേ, അങ്ങ് ആരാകുന്നു? കർത്താവേ പറഞ്ഞു, ഞാൻ നീ ഉപദ്രവിക്കുന്ന നസ്രയനാകുന്ന യേശുവാ. ആ പാത്രം നേരെ കമഴ്ത്തി വെച്ചതുപോലെ തന്നിലുണ്ടായിരുന്ന കോപം മാറി. ഞാൻ ആ ഭാഗങ്ങൾ വിശദീകരിക്കുന്നില്ല. തുടർന്ന് ദമസ്കോസിൽ ചെന്ന നേർവീഥിയിൽ വെച്ച് ദൈവം ഒരു ശിഷ്യനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അനന്യാസ് എന്നൊരു ശിഷ്യൻ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മേൽ കരം വെക്കുകയും ഈ ഹീനപാത്രത്തെ തൂക്കിയെടുത്ത് നദിയിൽ കൊണ്ടുവന്ന് തന്നെ കഴുകി വെടിപ്പാക്കി. അങ്ങനെയാ പറഞ്ഞത്, ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്ക്, നീ നിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി കഴുകി തുടർന്ന് പരിശുദ്ധാത്മാവിനെ തൻ്റെ മേൽ പകർന്ന് ഒരു മാനപാത്രമായി രൂപീകരിക്കുകയും അന്നറിയപ്പെട്ടിരുന്ന ലോകം മുഴുവനും യേശുവിൻ്റെ സദ്വർത്തമാനം എത്തിക്കേണ്ടതിന് ഒരു തികഞ്ഞ പാത്രമാക്കി അദ്ദേഹത്തെ രൂപീകരിക്കുകയും ചെയ്ത അനുഭവം റോമർ 9:23 കരുണാപാത്രവും കോപപാത്രവും എന്ന ആശയത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നതായി കാണാം. ഞാൻ അടുത്ത പടിയിലേക്ക് ചാടട്ടെ. എഫേസ്യ ലേഖനം 6:13 ദയവായി വായിക്കാം. എഫേസ്യ ലേഖനം 6:13 അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ദൈവം തിരഞ്ഞെടുക്കുന്ന പാത്രത്തെ ഒരളവിൽ നിന്നും വേറൊരളവിലേക്ക് വളർത്തി 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 കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ശൈലിയാണ്. ഒരേ പിണ്ണത്തിൽ നിന്ന് ഒന്നിനെ മാനകാര്യത്തിനും വേറൊന്നിനെ ഹീനപാത്രത്തിനും എടുക്കുവാൻ കഴിയുന്ന ദൈവം ഓരോ പാത്രത്തെയും നന്മയിൽ നിന്ന് നന്മയിലേക്കും മേന്മയിൽ നിന്ന് മേന്മയിലേക്കും വളർത്തുവാൻ താല്പര്യപ്പെടുന്ന ദൈവം. തൃക്കരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന നമ്മെ ആദ്യം മുതൽ അന്തം വരെ അറിയുന്നവനായ ദൈവം അധികമധികം പ്രയോജനത്തിലേക്കും മാന്യതയിലേക്കും വളർത്തുവാൻ കറങ്ങുന്ന ചക്രത്തെ ഉപയോഗിക്കട്ടെ. ബഥേൽ കറങ്ങുന്ന ചക്രമാകയാൽ ഒരളവിൽ നിന്ന് അടുത്ത അളവിലേക്ക് പിന്നതിൻ്റെ മുകളിലേക്ക് ഉയർത്തുവാനിടയാകട്ടെ. വിശുദ്ധ പൗലോസിൻ്റെ ഭാഷയിൽ ഒടുവിൽ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പിൽ പല കാര്യങ്ങളുണ്ട്. ഒടുവിൽ നിങ്ങൾ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർക്കണം. നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങണം. ഞാൻ അല്പം കൂടെ ഗൗരവത്തിൽ ആ ഭാഗങ്ങളുടെ അകത്തോട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഒരല്പം കൂടെ ഗൗരവത്തിൽ അതിൻ്റെ അകത്തോട്ട് ഞാൻ കയറാൻ പോകുകയാണ്.
തുടക്കത്തിൽ ചില ആഴ്ചകൾക്ക് മുൻപേ പരിശുദ്ധാത്മാവിനെ അറിയിച്ചതിനൊത്തവണ്ണം ഞാൻ ഈ സഭയോട് പറഞ്ഞു, ഈ എൻട്രി ലെവലിൽ നിൽക്കുന്ന പഴയ കൾച്ചർ മാറ്റിവെച്ച ശേഷം ബേസ് മോഡലായി തുടരുന്നതിന് പകരമായി ദൈവിക മാന്യതയിലേക്ക് വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എൻ്റെ വീട്ടിൽ ജനിച്ചു വീണ കൊച്ചു കുഞ്ഞുങ്ങൾ ആഴ്ചകൾ, പിന്നെ മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ആ ശൈശവപ്രായത്തിൽ നിന്ന് മാറി ബാല്യത്തിലേക്കും യുവത്വത്തിലേക്കും പ്രായപൂർത്തിയിലേക്കും മാറുന്നത് പോലെ ദൈവസഭയിൽ ജനിച്ചു വീണ നാം പടിപടിയായി വളരേണ്ടതുണ്ട്. ആ വളർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, ആരംഭത്തെങ്കിൽ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ലെവലിൽ ക്രിസ്ത്യാനിയായി മാറി. ഞാൻ രക്ഷിക്കപ്പെട്ടു. 2, ഞാൻ സ്നാനപ്പെട്ടു. പുതുതായി സ്നാനപ്പെട്ടു വരുന്ന ജാതികളിൽ നിന്ന് വന്ന ശിഷ്യന്മാരെ നോക്കി അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് 3 or 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിച്ചൊഴിഞ്ഞാൽ മതി, അതിലധികമായത് ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. ബാല്യദശയിൽ അല്ല ശൈശവദശയിൽ കർത്താവിന് വേണ്ടി കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച് ഏൽപ്പിക്കപ്പെട്ടവരെ ശ്വാസം മുട്ടിച്ചത്തത്, രക്തം, വിഗ്രഹാർപ്പിതം, പിന്നെ വിഗ്രഹമാലിന്യം, വിഗ്രഹമാലിന്യങ്ങൾ, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, ദുർനടപ്പ് എന്നിങ്ങനെ 3-4 കാര്യങ്ങൾ വർദ്ധിച്ചാൽ മതി, അതിലധികമായ യാതൊരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ലെവലിലേക്ക് ഉയർന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ വളർന്നതിനാൽ പൊട്ടച്ചൊല്ല്, കളിവാക്ക് എന്നിങ്ങനെ ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. അയ്യോ പൗലോസേ, അങ്ങിലൂടെ പരിശുദ്ധാത്മാവല്ലേ നേരത്തെ പറഞ്ഞത് അധികമായതൊന്നും വേണ്ട, വെറും 4 ബേസിക് ഗുണങ്ങൾ മതി കുഞ്ഞേ. അതാ എൻട്രി ലെവലാണ്. എൻട്രി ലെവലിൽ ഒന്ന് രക്ഷിക്കപ്പെട്ട അകത്തോട്ട് കയറാൻ അത്രയും മതി. പക്ഷെ നിങ്ങളിപ്പോൾ വളരണമെങ്കിൽ അവിടം കൊണ്ടായില്ല. തുടർന്ന് അദ്ദേഹം പറയുവാൻ തുടങ്ങി, ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ഇടപെടണം, അതാണ് എഫേസ്യ ലേഖനം. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ഇടപെടണം, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ ഇടപെടണം, കൊടുക്ക വാങ്ങലുകൾ എങ്ങനെയാകണം, ഓഫീസിലെ ബന്ധങ്ങൾ ഉയർന്നവരും താഴ്ന്നവരും തമ്മിൽ എങ്ങനെയാകണം, അതെല്ലാം നിങ്ങളൊന്ന് ക്രമീകരിക്കണം. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളൊരു മച്വറിറ്റിയിലേക്കാകും. അവിടം വരെ വന്നാൽ ഒരാത്മയുദ്ധത്തിന് നിങ്ങൾ തയ്യാറാകും. ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം വളർച്ചയുടെ പടികളാണ് ഹീനപാത്രങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ദൈവകുടുംബത്തിൽ ജനിച്ചു വീണ പാത്രങ്ങളെ മാന്യകാര്യത്തിന് വേണ്ടി മാറ്റേണ്ടതിന് ഉയർത്തി കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനിയും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, ക്രൈസ്തവ രാജ്യത്തിൻ്റെ കാര്യം കൈകാര്യം ചെയ്യുവാൻ ഒരാത്മയുദ്ധത്തിന് വേണ്ടി നിങ്ങളെ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. വളർച്ചയുടെ വ്യത്യസ്ത രംഗങ്ങൾ, ബേസ് ലെവലിൽ നിന്ന് മാറുന്ന രംഗങ്ങൾ. ഞാൻ ബേസ് ലെവലിനെ കുറിച്ച്, മോഡലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. എൻ്റെ പോക്കറ്റിൻ്റെ സൈസിന്, എൻ്റെ ആവശ്യത്തിന് എല്ലാം കൊള്ളാമായിരുന്നു. പക്ഷേ അതിനകത്ത് എനിക്ക് വേണ്ട 2 പ്രത്യേക ഫങ്ഷൻസ് ഇല്ലായിരുന്നു. ഏതാണെന്ന് പറയുന്നില്ല, എനിക്ക് ആവശ്യമുള്ള, അത്യാവശ്യമുള്ള, ഞാനൊരു വയസ്സനാണ്, ഒത്തിരി ഫങ്ഷൻസ് എനിക്ക് ആവശ്യമില്ല, പക്ഷേ എനിക്ക് ആവശ്യമുള്ള, എൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള, അല്ലെങ്കിൽ എൻ്റെ സാധാരണ ജീവിതത്തിന് ആവശ്യമുള്ള 2 ഫങ്ഷൻസ് അതിനകത്ത് ഇല്ലാതിരുന്ന ഏക കാരണത്താൽ ഹോൾ ഫോൺ മാറ്റിയേച്ച് വേറൊരു ഫോൺ വരേണ്ടതായി വന്നു. ബേസ് മോഡൽ ധാരാളം മതി, പക്ഷേ ഒരു ഉയർന്നല്ല സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടതിന് എൻ്റെ ബേസ് മോഡലിൽ പണി പോകത്തില്ല. എനിക്ക് ഉയർന്നേ മതിയാകുകയുള്ളൂ. ഒടുവിലായി വന്നപ്പോൾ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തി നിങ്ങൾക്കൊരു യുദ്ധമുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ആത്മിക പടക്കളത്തിൽ സേവനമനുഷ്ഠിക്കുവാൻ എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. കാരണം എന്നാണെന്നറിയാമോ? ഒരു വലിയ റിവാർഡ് വാങ്ങേണ്ടതിന് വേണ്ടി. ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട്, ഓൺലി ആൻ ആർമർ ബെയറർ യെറ്റ് മേ ഐ ടെൽ യു. ഞാൻ വെറും ഒരു പട്ടാളത്തിൻ്റെ താണ സിപ്പായി ഈ തോക്കും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആർമർ ബെയറർ ആണെങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഐ കീപ്പ് അപ്പ് മൈ ഷീൽഡ് ആൻഡ് സോഡ് ഷൈനിങ്. എൻ്റെ കയ്യിലുള്ള യുദ്ധ ഉപകരണങ്ങൾ അതൊരിക്കലും കേടുവരാതെ അതിനെ ഷൈനിങ്ങിൽ നിർത്തുവാൻ എനിക്ക് കഴിയും. പൗലോസ് പറയുന്നൊരു പദം ഓർമ്മയുണ്ട്, നിങ്ങളിലുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം, ഇത് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. കാരണം ആ പാട്ടുകാരൻ പറഞ്ഞു, ഒടുവിൽ അന്തിമ ദിവസത്തിൽ ദൈവം എനിക്കൊരു വിരുദ് തരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ആ പേര് കേൾക്കേണ്ടതിന് എൻ്റെ ക്യാപ്റ്റൻ എന്നെ വിശ്വസിക്കും, എൻ്റെ ക്യാപ്റ്റൻ എന്നെ അംഗീകരിക്കും. ഞാൻ എൻ്റെ ക്യാപ്റ്റന് വേണ്ടി ഓടുകയാണ്.
ഒരു വളർച്ചയ്ക്ക് വേണ്ടി വിളിച്ചവനായ ദൈവം ആ വളർച്ചയെ നമ്മിൽ നിന്ന് ആഗ്രഹിച്ചു. പാത്രങ്ങൾ അടുത്ത ലെവലിലേക്ക് വളരട്ടെ. വലിപ്പത്തെക്കുറിച്ച് ഞാൻ തൊട്ടില്ല. ചെറിയ പാത്രങ്ങളെ വലിയ പാത്രങ്ങളാക്കുന്ന ദൈവം, ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചവനെ വലിയ കാര്യത്തിന് ഉപയോഗിക്കുന്നത്, അല്പത്തിൽ വിശ്വസ്തരായവരെ അധികത്തിന് വിചാരകരാക്കുന്നത്, 50 പേരെയും 100 പേരെയും പന്തി പന്തിയായി ഇരുത്തി 5 അപ്പവും 2 മീനും കൊണ്ട് വിളമ്പുവാൻ വാഴ്ത്തിയേൽപ്പിച്ച യേശു 50ൻ്റെ പന്തികളിൽ വിളമ്പുന്നവരെ 100ൻ്റെ പന്തികളിലേക്ക് മാറ്റുന്നതുപോലെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചെറിയ അവസ്ഥയിൽ നിന്ന് വലിയ അവസ്ഥയിലേക്ക് വളർത്തുവാൻ കഴിയുന്നവനായ ദൈവം നമ്മെ ഉപയോഗിക്കട്ടെ. മാനപാത്രങ്ങളായി മാറുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വലിപ്പമുള്ള പാത്രങ്ങളാക്കുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒടുവിൽ എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ പുറകിൽ പല പടികളുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു, അവിടെ വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ഒന്ന്, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എങ്ങനെ ഇടപെടണം, പരസ്പരമുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ ഉറപ്പാക്കുക. സമൂഹത്തിൽ നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം, യജമാനൻ ദാസനോടും ദാസൻ യജമാനനോടും ഇടപെടേണ്ടത് എങ്ങനെ. ഞാൻ ഇതിനകത്ത് ഭാര്യയും ഭർത്താവും കൂടെ ഇടപെടുന്നതിനെക്കുറിച്ച് ഒരാശയം പറയുവാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ പോർച്ചുഗലിൽ വെച്ച് ഒരു ആഫ്രിക്കനായ കർത്താവിൻ്റെ ദാസൻ മുറൈ പറഞ്ഞ ചില ആശയങ്ങൾ എൻ്റെ ഹൃദയത്തെ ഒരു ക്രമത്തിലധികം സ്വാധീനിച്ചു. അവിടെ പ്രസംഗങ്ങൾ പതിവില്ല. ഒരു ഡിവോഷൻ മീറ്റിങ്ങിൽ അദ്ദേഹം എടുത്ത ഒരു ചില സെൻറ്റൻസ്, പതിവിന് വിരോധമായി എടുത്ത ചില സെൻറ്റൻസുകൾ എന്നെ ക്രമാതീതമായി പിടിച്ച് ഒലച്ചു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില പദങ്ങൾ ഇന്ന് രാവിലെ തൊടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെയുള്ള ഒരാളല്ല, ഒരു ആഫ്രിക്കനാണ്. ഒരു പക്ഷേ നമ്മളെക്കാൾ കളർ കുറവായിരിക്കാം. യെറ്റ് അദ്ദേഹം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്. ഞാൻ അതും കൂടെ എടുത്തു പറയട്ടെ. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, റിലേഷൻസ് എന്ന് പറയുന്നത്, ദ പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് പല രീതിയിലുണ്ട്. 2 or 3 എണ്ണം അദ്ദേഹം തൊട്ടതിങ്ങനെയാണ്. ഒന്ന്, ടാസ്ക് ഓറിയൻറ്റഡ് പാർട്ട്ണർഷിപ്പ്. ഒരു കമ്പനി തുടങ്ങാൻ പോവുകയാണ്. അതിനകത്ത് ഒരാൾ പറഞ്ഞു, ഞാനായിരിക്കും ഫൈനാൻസ് നോക്കുന്നത്, നീ കാശിൻ്റെ കാര്യം നോക്കണ്ട. വേറൊരാൾ പറഞ്ഞു, സെയിൽ എൻ്റെ ജോലിയാണ്, ഞാൻ ഇതിൻ്റെ സെയിൽസ് നോക്കിക്കോളാം. ഇനി ഒരാൾ ക്വാളിറ്റി കൺട്രോൾ ഏറ്റെടുത്തു. എന്നിങ്ങനെ ടാസ്ക് ബേസ്ഡ് പാർട്ട്ണർഷിപ്പ്. ഇതിൽ മിക്കതിനകത്തും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോകുന്നത് കാണാം, ഡിവോഴ്സ് നടക്കുന്നത് കാണാം. ടാസ്ക് ഓറിയൻറ്റഡ് റിലേഷൻസ് അധികം നാൾ നിൽക്കാറില്ല, മിക്കതും പിരിഞ്ഞു പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ റീയൂണിയൻ കാണാം, അവിടെ ഒന്നിച്ചു ചേരും, പിന്നെ ചില കഴിയുമ്പോൾ വിട്ടേച്ചു മാറും. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. രണ്ടാമത്തെ ലെവൽ അദ്ദേഹം പറഞ്ഞു, റിലേഷൻ ബേസ്ഡ്. ഒരു കുടുംബം ഒരുമിച്ച് ചേരുമ്പോൾ, ഭാര്യയും ഭർത്താവുമായി അവർ ഒരുമിച്ച് ചേരുമ്പോൾ, ഭർത്താവ് അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യ സ്വന്തക്കാരെയും മിത്രാദികളെയും വിട്ട് ഭർത്താവിനോട് പറ്റിച്ചേരും. അവർക്ക് ടാസ്ക് അല്ല വിഷയം, അവരുടെ കുടുംബം കൊണ്ടുപോകുവാൻ അവരുടെ ബന്ധമാണ് അവർക്ക് വിഷയം. അവിടെ ഡിവോഴ്സ് പാടില്ല. ഞാൻ ഡിവോഴ്സ് വെറുക്കുന്നു എന്ന് സ്വർഗത്തിലെ ദൈവം ഈ കാര്യത്തിലാണ് അരുളി ചെയ്യുന്നത്. ഹി ഹെയ്റ്റ് ഇറ്റ്, താനിത് നിഷേധിക്കുന്നു. എങ്കിലും സാത്താൻ ഇടയ്ക്ക് കയറുന്നത് കൊണ്ട് അവിടെയും ഇവിടെയും ഡിവോഴ്സ് നടക്കും, എങ്കിലും അത് വളരെ കുറവായിരിക്കും. നമ്മുടെ റിലേഷൻ ഒരളവിൽ ഇറ്റ്സ് എ റിലേഷൻ തമ്മിൽ നമ്മുടെ ബന്ധം ഒരു റിലേഷനാണ്. ഞാൻ എവിടുന്നാണ് വരുന്നത്? ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുക എന്ന് പറയുന്ന വാക്കിൽ നിന്നുകൊണ്ട് ഒടുവിൽ എന്ന പദം പലതും കഴിഞ്ഞ ശേഷമുള്ളതാകയാൽ പ്രാരംഭ ലെവലുകളിൽ എഫെസ് ലേഖനത്തിൻ്റെ പ്രത്യേക പ്രതിപാദ്യ വിഷയമായ പരസ്പര ബന്ധങ്ങൾ, നമുക്ക് ആ റിലേഷൻസിനായി സ്തോത്രം. പക്ഷെ തിരുവചനം എംഫസൈസ് ചെയ്യുന്ന ഏറ്റവും വലുതും മുറൈ ഊന്നിപ്പറഞ്ഞതുമായ വിഷയം ഒന്ന് തൊട്ടോട്ടെ. ഇതിനേക്കാൾ എല്ലാം വലിയ റിലേഷനാണ് ഒരു ശരീരത്തിൻ്റെ റിലേഷൻ. എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് തമ്മിൽ കടമകളെ ആസ്പദിച്ചല്ല അവരിയ്ക്കുന്നത്, കടമകളെ ആശ്രയിച്ചല്ല. എൻ്റെ വലത്തെ കൈയുടെ കടമയാണ് ഭക്ഷണം വാരി വായിലിടുന്നത്. പക്ഷേ ഒരു ദിവസം വലത്തെ കൈക്ക് കേട് വന്നാൽ നേരെ ഇടത്തെ കൈ ആ കാര്യം കയറിയേക്കും. ഇടത്തെ കൈ കൊണ്ടും കൊള്ളാതെ വന്നാൽ കഴുത്തടിയൂട്ടി ഏറ്റെടുക്കും, തല താഴോട്ട് കുനിക്കും, രണ്ടായാലും ആഹാരം കഴിക്കാതെ പറ്റുകയില്ല. റിലേഷൻ വരുന്നത് കേവലം ടാസ്ക് ഓറിയൻറ്റഡ് അല്ല. റിലേഷൻ വരുന്നത് ഒരു ബോഡി ബേസിലാണെങ്കിൽ ഒരവയവത്തിന് കേടുപറ്റിയാൽ അവയവത്തെ മാറ്റുന്നില്ല, ആ അവയവം വളർന്നു വരിക, അതിന് പകരം വേറൊരു അവയവത്തെ ഉപയോഗിക്കുക. എൻ്റെ വീട്ടിൽ ആഹാരം പാചകം ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ കടമയാണ്. കുടുംബത്തിന് ആവശ്യമുള്ള പണം കൊണ്ടുവരുന്നത് എൻ്റെ കടമയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല.
പക്ഷേ ഒരു ദിവസം ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഞാൻ ആഹാരം കഴിക്കാതിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് സമ്പാദിച്ചില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയാകുമെന്ന് കരുതരുത്. ബാക്കി ആരെങ്കിലും ആ വീട്ടിലുള്ളവർ കയറിയേക്കും. ഒരു കുടുംബം. എന്നാൽ ഒരു ശരീരം അങ്ങനെയല്ല. അതിനേക്കാൾ അധികം ഒരു ബോഡി അന്യോന്യം നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്. ദയവായി അതൊരു ശരീരം, ഒരു വ്യക്തിപരമായി നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് വളരാൻ നോക്കാം. കുടുംബമായി ഒരു ശരീരത്തിൻ്റെ ഭാഗങ്ങളായി ഞാൻ പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചർച്ച കമ്മിറ്റിയോട് പറഞ്ഞ് ഇതുവരെ ഒത്തിട്ടില്ല. ഒരു കവനൻ്റ് റിന്യൂവിങ് എക്സ്പീരിയൻസ് ചർച്ചിനകത്തൊന്ന് വേണം എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ആ ആത്മബന്ധം കുറഞ്ഞു പോകുന്ന ചിലർ ഒരു ദൈവ സാന്നിധ്യത്തിൽ ദൈവം മുമ്പിൽ നിന്നുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ കൈ കൊടുത്ത് വി റിന്യൂ അവർ റിലേഷൻ എന്നൊന്ന് പറയുന്നത് നല്ലതാണ്. സഭയായി ഒരുമിച്ച് ദൈവമേ, അങ്ങയോടുള്ള ഞങ്ങളുടെ ബന്ധം എവിടെയെങ്കിലും കുറഞ്ഞു പോയെങ്കിൽ, അതിനെ റിസ്റ്റോറേഷൻ എന്നൊക്കെ വിളിക്കുന്നത്, കുറഞ്ഞു പോയെങ്കിൽ ഇതാ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു, ഞങ്ങളെ ഒന്നുകൂടെ അനുഗ്രഹിച്ച് തൃക്കരങ്ങൾ കൊണ്ട് വാഴ്ത്തണേ എന്ന് സഭയായി നാം ദൈവത്തോട് പറയുന്നത് നല്ലതാണ്. വിശ്വാസത്യാഗം വന്നുപോയ സാഹചര്യങ്ങളിൽ ദൈവസഭ ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് അവർ ഒരുമിച്ച് അവരുടെ വിശ്വാസം വീണ്ടും ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും അവരെ തന്നെ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠ ചെയ്യുകയും ചെയ്ത ചരിത്രം തിരുവചനത്തിൽ ധാരാളം കാണാനുണ്ട്. എസ്രായുടെ കാലത്തും നെഹമ്യാവിൻ്റെ കാലത്തും അങ്ങനെ പല സമയങ്ങളിൽ രാജാക്കന്മാരുടെ കാലത്തും അവർ ദൈവസന്നിധിയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ വിശ്വാസങ്ങളെ ഒന്ന് തിരിച്ചു പറഞ്ഞു കൊണ്ടുവരുവാൻ കേരളത്തിൻ്റെ ക്രൈസ്തവ ചരിത്രത്തിൽ കൂനങ്കുരിശ സത്യവും മറ്റും ഇതായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ വിട്ട് പിന്മാറിപ്പോയെങ്കിൽ ഭൂമിയും പുല്ലും ഉള്ള ഒരു കാലം, സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം ഇനി ഞങ്ങൾ അതിൽ നിന്ന് വേർപിരിയാതെ ആ വ്യവസ്ഥയിൽ പൊയ്ക്കോളാം കർത്താവേ എന്ന് ദൈവത്തോട് ഒന്നുകൂടെ ബന്ധങ്ങൾ ഏറ്റുപറഞ്ഞ് ഒന്ന് ഉറപ്പാക്കുന്ന ഒരു റിസ്റ്റോറേഷൻ നമുക്കുണ്ടെങ്കിൽ നല്ലതാണ്. അതെനിക്കും ചിന്തയുണ്ട്, വേണമെന്ന് ഒരു പക്ഷെങ്കിൽ നമ്മൾ ചെയ്തെന്ന് വരും. ശരീരം ഒന്നും ഇൻഡിപെൻഡൻ്റ് അല്ല, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. നമുക്ക് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ദയവായിട്ടൊന്ന് വായിക്കാം. റോമാലേഖനം 12:4. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ഇത് സഭയുടെ ഏകത്വത്തെ കാണിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, ഒറ്റപ്പെട്ട ഒരു പാത്രമായി എനിക്ക് കർത്താവിനെ സേവിക്കാൻ കഴിയും. അത് ഇന്നലത്തെ സ്ഥിതിയേക്കാൾ ഇന്ന് ഉയർന്നു വരുവാൻ ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുക. ബെഥേലൈറ്റ്സ് എന്നെ ശ്രദ്ധിക്കുന്നവർ, ഒരുമിച്ച് ആരാധിക്കുന്നവർ 5 വൻകരകളിൽ എവിടെയായിരുന്നാലും ദയവായി മറക്കരുത്, ഞാൻ അവനവൻ ദൈവസന്നിധിയിൽ വളരുവാൻ ഒരു വിശുദ്ധ പാത്രം, മാനപാത്രം, വലിയ പാത്രമാകുവാൻ ഏൽപ്പിക്കപ്പെടുക. 2, ദൈവം എനിക്ക് തന്ന കുടുംബം. എനിക്ക് ഇന്നലത്തേതുപോലെ പോയാൽ പോരാ, എനിക്ക് ഇന്നാളിലത്തേതുപോലെ നടന്നാൽ പോരാ. എൻ്റെ കുടുംബം ദൈവത്തിന് പ്രയോജനപ്പെടണം. കാര്യം ഞങ്ങൾ തമ്മിലൊരു ബന്ധമുള്ളതുകൊണ്ട് ആ റിലേഷനിൽ ഞങ്ങൾ ഒരുമിച്ച് വളരുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കവനൻ്റ് റിന്യൂവൽ ഇടയ്ക്കൊന്ന് നടന്നാൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. നടന്നിരിക്കും. കർത്താവ് അനുവദിച്ചാൽ, കർത്താവ് വരാൻ താമസിച്ചാൽ എല്ലാവരോടും ചോദിച്ച ശേഷം നമുക്കതിനൊരു ദിവസം തിരഞ്ഞെടുക്കണം, ചെയ്യണം. നല്ലതാണ്. ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ക്ലോസസ്റ്റ് റിലേഷനിലാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ. അതിൻ്റെ അർത്ഥം വേറൊരാളിന് ഞാൻ പ്രയോജനമാകുമെങ്കിൽ ഒരു ആത്മീയ അന്തരീക്ഷം ഒരുമിച്ച് സൃഷ്ടിക്കേണ്ടതിന് ഞാനും വേറൊരുവൻ്റെ കൂടെ യോജിക്കുന്നത് കൊള്ളാം, ഒരുമിച്ച് അത് ചെയ്യുന്നത് കൊള്ളാം. ഇവിടെ പൗലോസ് ഇത് രണ്ടും വിട്ടേച്ച് 3-ാമത്തെ രംഗത്തേക്ക് മാറുകയാണ്. സഭയാകുന്ന പാത്രം, ബെഥേൽ സഭയാകുന്ന ഒരു പാത്രമാണ്. ലോകത്തിൻ്റെ 5 വൻകരകളിലായി വിവിധ ഇടങ്ങളിലുള്ള ബെഥേലൈറ്റ്സ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് മെയിൽ അയച്ച പലർക്കും ആരാന്ന് എവിടുന്നാന്ന് മനസ്സിലാകാതെ വന്നപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചു കാണാം. എനിക്ക് 100-600 മെയിൽ വരും. ഒരേ പേരിലുള്ള പലരുണ്ട്. ഒരു പേരും എനിക്ക് ഓർമ്മയിൽ പലപ്പോഴും വരാറില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ആർ യു എ ബെഥേലൈറ്റ്സ്? ആർ യു എ ബെഥേലൈറ്റ് ഓർ ആർ യു ഫ്രം ബെഥേൽ ചർച്ച്? ഒരുപക്ഷെ ഈ ചർച്ചിൽ ഇതിനകത്ത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അംഗമാകാം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ എവിടെ നിന്നെങ്കിലും എന്നോട് കൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരാളാകാം, ഏതെങ്കിലും ഒരു മീഡിയയിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. സാർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് സാറിനോട് മാത്രം ഞാൻ പറയാം. സാറേ, ഇന്നത്തെ ഞങ്ങളുടെ കണക്കനുസരിച്ച് 4.5 മില്യൺ 45 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഞങ്ങളോടൊപ്പം നമ്മളോട് ഒരുമിച്ച് ആരാധനയിൽ ഈ സമയത്തുണ്ട്. വി ആർ ടുഗദർ വർഷിപ്പിംഗ്. അത്രയും പേരെ ഒന്നിച്ചുകൊണ്ടാണ് ബെഥലൈറ്റ്സ് എന്ന പദം ഞാൻ ഉപയോഗിച്ചത്. ഒന്നിച്ച് ആരാധിക്കാത്തവരും ആ കൂട്ടത്തിൽ കണ്ടേക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വളരുന്ന ഒരനുഭവമുണ്ട്. ഇതിനെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നാം ഒക്കെയും വ്യത്യസ്ത അവയവങ്ങളാണ്, ഒരൊറ്റ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ദേ ആർ നെവർ ഇൻഡിപെൻഡൻറ്റ്.
എൻ്റെ കൈക്ക് ഒറ്റയ്ക്ക് യാതൊന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ ആലോചിച്ച് നോക്കിയാൽ പ്രധാനപ്പെട്ട ഒപ്പിടുന്നത് മുഴുവനും വലത്തെ കയ്യാണ്. പ്രധാനം പോലും അപ്രധാനം പോലും ഒപ്പിടുന്നത് മുഴുവനും വലത്തെ കയ്യാണ്. ആഹാരം വാരി കഴിക്കുന്നത് വലത്തെ കയ്യാണ്. നല്ല കാര്യങ്ങളിൽ പലതും വലത്തെ കൈ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ മഹാൻ, അയാൾ മഹാനാണെന്ന് എന്നെങ്കിലും പറഞ്ഞു പോയെങ്കിൽ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ഒരു തുമ്പ് പറഞ്ഞാൽ മതി, ഇരിയടാ അവിടെ ഇരുന്നത് തന്നെ. എൻ്റെ കാലിൻ്റെ മുട്ട് ഒന്ന് വേദനിച്ചാൽ മതി, വലത്തെ കൈ അവിടെ ഇരിക്കുകയേ ഉള്ളൂ, എവന് മുന്നോട്ടൊന്ന് പോകണ്ടേ. അപ്പോൾ കാല് പറയുക ഞാനാ വലിയവനെന്ന് പറഞ്ഞാൽ ഹാർട്ട് എന്നാ പറയും? എല്ലാവർക്കും ക്ലെയിം ചെയ്യാനുണ്ട്. നാം ആരും ഇൻഡിപെൻഡൻ്റ് അല്ല, ഇൻ്റർ ഡിപ്പെൻഡൻ്റാണ്. എവറി മെമ്പർ ഹാസ് ടു ഡൊണേറ്റ് ആൻഡ് എവറി മെമ്പർ ഹാസ് ടു റിസീവ്. ഇതൊത്തിരി നല്ല പദങ്ങളാണ്. എല്ലാ മെമ്പേഴ്സിനും റിസീവ് ചെയ്യാനുണ്ട്. മുറി ഉപയോഗിച്ച ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹാർട്ട് രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് മെഡിക്കലി ആണെന്ന്. ഹാർട്ട് എല്ലാ അവയവത്തിലേക്കും രക്തം അയച്ചു കൊടുക്കും. പക്ഷേ ഹാർട്ട് നിനക്ക് വല്ലത്തിൻ്റെ വേണ്ടേ? അയ്യോ വേണമെന്നോ? വയറില്ലെങ്കിൽ എനിക്ക് എവിടുന്ന എനർജി വരിക? ഈ വയറ് വേണം എനിക്ക് എനർജി കൊണ്ട് തരാൻ. നരമ്പുകളില്ലെങ്കിൽ എന്നാത്തിൽ കൂടെ ഞാൻ ഈ പമ്പ് ചെയ്യാൻ പോവുക? നരമ്പുകളില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ആട്ടെ, രക്തമല്ലേ എന്നെക്കാളും പ്രധാനപ്പെട്ടത്? രക്തമില്ലെങ്കിൽ ഞാൻ ആരെ പമ്പ് ചെയ്യാനാ? നത്തിങ് ഈസ് ഇൻഡിപെൻഡൻറ്റ്, എവറിതിങ് ഈസ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. ഇതിന് എൻ്റെ കൈയുടെ ഒരു ഭാഗത്ത് കേട് വന്നാൽ കഴിവുള്ളിടത്തോളം മറ്റ് അവയവങ്ങൾ കൊണ്ട് എൻ്റെ കേടുള്ള അവയവത്തെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്നും ശ്രമിക്കും. ഞാൻ മറക്കുന്നില്ല, വേറൊരു ലിമിറ്റുണ്ട്. ഇൻ്റർഡിപ്പെൻഡൻ്റായി ഇരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു അവയവത്തിന് മാരകമായൊരു രോഗം സംഭവിച്ചാൽ, എൻ്റെ കാലിൻ്റെ ഒരറ്റം പഴുത്തുപോയി, എത്ര നോക്കിയിട്ടും പഴുപ്പ് മാറുന്നില്ല, അല്ലെ കൈയുടെ 2 വിരൽ പഴുത്തുപോയി, ദൈവമേ വരാതിരിക്കട്ടെ, എത്ര ശ്രമിച്ചിട്ടും പഴുപ്പ് മാറുന്നില്ല. ഒടുവിൽ മെഡിക്കൽ ഡോക്ടർ പറയും ഇനി ചികിത്സ വിജയിക്കത്തില്ല, വേറെ ആർക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കത്തില്ല, ആംബ്യൂട്ട്, മുറിച്ച് കളകയല്ലാതെ മാർഗമില്ല. ദൈവസഭയിലും ഇതുണ്ട് കേട്ടോ. കർത്താവ് പറഞ്ഞു സഭയ്ക്കിടർച്ച വരുത്തുന്നവനെ 2 3 പ്രാവശ്യം ബുദ്ധി ഉപദേശിച്ച ശേഷം നേരെയാകുന്നില്ലെങ്കിൽ ഇവൻ ക്യാൻസറസ് ആണ്, ഇതിനെ എറിഞ്ഞു കളകയല്ലാതെ, കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിക്കളയല്ലാതെ പിന്നെ അവനോട് യാതൊന്നും ചെയ്യാനില്ല. യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ അവൻ മരണകരമായ പാപം ചെയ്തതിനാൽ പിന്നെ അവന് വേണ്ടി അപേക്ഷിച്ചിട്ട് കാര്യമില്ല. നിൽക്കട്ടെ, ഞാൻ ആംബ്യൂട്ടേഷനിലേക്ക് അല്ല പോകുന്നത്, ഞാൻ ഡിപ്പെൻഡൻസിയിൽ, ഇൻ്റർ ഡിപ്പെൻഡൻസിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. കൃപയാൽ ദൈവം നമ്മുടെ ഒക്കെ ശരീരങ്ങളെ എല്ലാ അവയവങ്ങളും ഉള്ളതാക്കി ഇവിടെ ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. നമ്മളിൽ അധികം പേരും ആംബ്യൂട്ട് ചെയ്യപ്പെട്ടവരല്ല. ഇവിടെ ദൈവം നമ്മളെ ഇരുത്തിയിരിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. നമ്മൾ അന്യോന്യം വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക. നാം കൊടുക്കുന്നത് വ്യത്യസ്ത കറൻസികളിലാകാം. ഒരുവന് പ്രാർത്ഥനയുടെ കൃപാവരം കാണാം, വേറൊരാളിന് ദാനധർമ്മങ്ങളുടെ കൃപാവരം കാണാം, ഇനി ഒരുവന് വിശ്വാസത്തിൻ്റെ കൃപാവരം കാണാം, ഒരുവനൊന്ന് എൻകറേജ് ചെയ്യുന്ന കൃപാവരം കാണാം. എൻ്റെ ദൈവമേ, അതൊരു ഭയങ്കര കൃപാവരമാണ്. ഒരിക്കൽ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് വേറൊരാൾ പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തൊട്ടിട്ടുമുണ്ട്. ഈ മനുഷ്യൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫുൾ, ഏറെക്കുറെ പ്രിൻ്റ് ചെയ്തെടുത്തതുപോലെ നന്നായി എഴുതാൻ അദ്ദേഹത്തിന് കഴിയും. പറഞ്ഞു ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മനുഷ്യൻ്റെ ഒരു എഴുത്ത് കിട്ടാമെങ്കിൽ, ഒന്ന് അത് കാണുമ്പോൾ തന്നെ വായിക്കാൻ ഒരു രസമുണ്ട്, ഞാൻ എഴുതുന്ന പോലൊന്നും അല്ല, തീരെ മോശമായ പദങ്ങളൊക്കെ അതിന് മലയാളത്തിലുണ്ട്, കണ്ട പക്ഷി കയറി ചകഞ്ഞേച്ച് പോകുന്ന പോലൊന്നും അല്ലെന്ന് ഒന്നുമല്ല, നല്ല ഉരുണ്ട അക്ഷരത്തിൽ എഴുതി വെക്കും. അത് വായിക്കാനേ ഒരു രസമുണ്ട്. വായിച്ചാലോ ഓരോ വാക്കുകളും എൻകറേജിങ്ങാണ്, ഓരോ വാക്കുകളും എന്നെ ഉത്തേജിപ്പിക്കുന്നതാണ്, തളർന്നിരിക്കുന്നത്. ചിലർക്ക് സംസാരിക്കാനൊരു ദൈവകൃപയുണ്ട്. തവ പറഞ്ഞു ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ദൂതന്മാരുടെ ആത്മാവ് എനിക്കുണ്ട്. തകർക്കുന്ന പലരുമുണ്ട് കേട്ടോ, നിരൂപകന്മാർ, നശിപ്പിക്കുന്നവർ, ഇല്ലാതെയാക്കുന്നവർ, തകർക്കുന്നവർ ധാരാളം പേരുണ്ടെങ്കിലും അതൊക്കെയും നശിപ്പിക്കുന്ന ശത്രുവിൻ്റെ അണുക്കളാണെങ്കിലും വളർത്തുവാൻ കഴിയുന്ന പലതും ഇതിനകത്തുള്ളവർക്കായി സ്തോത്രം. നമ്മൾ ഇൻ്റർ ഡിപ്പെൻഡൻ്റാണ്. ഒരുമിച്ച് വളരുവാൻ ദൈവം നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഇങ്ങോട്ട് വാങ്ങുകയും അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും. ആട്ടെ, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവം വളർന്ന് ഇനി ഞാൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമോ? ഒരു കാലത്തും പറയത്തില്ല. എൻ്റെ കൈ എന്നെങ്കിലും പറയുമോ ഞാൻ വയസ്സ് 70 എനിക്ക്, അതുകൊണ്ട് ഞാൻ ഇനി മാറുക, ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് കഴിയാം? ഇല്ല, കയ്യേ നീ പോയി. ഇല്ല, ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയില്ല. മുറെ പറഞ്ഞ ഒരു പദം എന്നെ സ്വാധീനിച്ചത് ഇങ്ങനെയാണ്: ഇൻഡിപെൻഡൻസി എന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് സിക്നസ്. ഇറ്റ്സ് എ സൈൻ ഓഫ് സിക്നസ്. ആംബ്യൂട്ട് ചെയ്യുക. ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈൻ ഓഫ് സിക്നസ്. ഇതിനെ ആംബ്യൂട്ട് ചെയ്യുക. അതിൻ്റെ അർത്ഥം
ഒരു കുടുംബത്തിൽ 10 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പിന്നെ അവർക്ക് 10 പിള്ളേരുണ്ടായാൽ ഈ 100 ചില്ലുവാനും പേര് ഒരുമിച്ച് താമസിക്കുമെന്ന് അല്ല. പരസ്പര ബന്ധത്തോടെ, പരസ്പര സ്നേഹത്തോടെ, പരസ്പര അറിവോടുകൂടെ പടർന്ന് പാർക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരികയാണ്. ദൈവം നമ്മിൽ ഒരാളിനെ വളർത്തിയാൽ ആ വളർന്നവന് പാർക്കുവാനുള്ള ഇടം കൂടെ സ്വർഗത്തിലെ ദൈവം കരുതിയിരിക്കും. വളർന്നവന് ഒരുവനെ ദൈവസഭ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചാൽ അതിൻ്റെ അർത്ഥം വെട്ടിയെറിഞ്ഞെന്നല്ല. നോ, വളരുവാൻ വേണ്ടി ദൈവം ആക്കിയത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു പറയാം, കർത്താവേ, ഞാൻ ദൈവസഭയുടെ ഭാഗമാണ്, ദൈവസഭയോട് ചേർന്നിരിക്കും. നമ്മുടെ കവനന്റ് റിസ്റ്റോറേഷനിൽ പലതും നമ്മൾ ചെയ്യേണ്ടതുണ്ട്, പലതും നമ്മൾ അറിയേണ്ടതുണ്ട്. ദൈവം ഞങ്ങളെ ഒരുമിച്ച് നിർത്തിയതാണ്. ഞാൻ എവിടെയാണ് തുടങ്ങിയത്? മാനപാത്രവും ഹീനപാത്രവും. മാനപാത്രം മാനകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. വ്യക്തിപരമായി എനിക്കൊരു മാനപാത്രമാകാം, കുടുംബമായി എനിക്കൊരു മാനപാത്രമാകാം, സഭയായി നമുക്ക് ഒരു മാനപാത്രമാകാം. സഭയായി ഒരു മാനപാത്രമാകുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരുമിച്ച് വളരേണ്ടതിന് വേണ്ടി ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളോട് ഉപമിച്ച് തിരുസഭയെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളിൽ ചിലതിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. വ്യത്യസ്ത കറൻസികളിൽ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിയും. എനിക്ക് ഉള്ള ഒരു കൃപാവരം വേറൊരാളുമായി പങ്കുവെക്കുവാൻ ഒരു സമയത്ത് ദൈവസഭയുടെ പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വ്യക്തമായൊരു തീരുമാനം എടുത്ത് കമ്മിറ്റി അറിയിക്കാറുണ്ടായിരുന്നു. കമ്മിറ്റി അംഗീകരിച്ചാൽ ഞാനിതെടുക്കുമില്ലെങ്കിൽ ഒരിക്കലും എടുത്തിട്ടില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. പല കാര്യങ്ങളും ആശയങ്ങൾ കിട്ടുമ്പോൾ തന്നെ ഞാൻ ചർച്ച കമ്മിറ്റിയോട് പറയും. കാരണം എന്നേക്കാൾ നന്നായി ചിന്തിക്കാൻ കഴിയാവുന്നവരും എന്നേക്കാൾ യോഗ്യമായി തീരുമാനിക്കുവാൻ കഴിയുന്നവരും ഒരുമിച്ചിരുന്നാൽ, ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, 2 brains are always better than 1. ഒരുവൻ്റെ ബുദ്ധിയേക്കാൾ 2 പേരുടെ ബുദ്ധി ഒരുമിച്ച് ചേരുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ഒരു 6-7 പേരുടെ ഒരുമിച്ച് ചേരുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെ ആലോചിച്ചൊരു തീരുമാനമെടുക്കുന്ന ഒരു പതിവുണ്ട്. എന്തിനാണെന്നറിയാമോ? ഒരു ബോഡിയാണ് നമ്മൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുക. ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. ഞാൻ അങ്ങ് വളർന്നുപോയി എന്നാർക്കെങ്കിലും തോന്നുന്നത്. ശരീരത്തിൻ്റെ വേറൊരു ഭാഗത്തിന് പറയുവാൻ കഴിയുമോ, നീ ചെറുതായി പോയതുകൊണ്ട് നിന്നെ വേണ്ടെന്ന്? നോ, പിന്നത് ശരീരമല്ല. വളർന്നു പോയതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നതും രോഗലക്ഷണമാണ്. ചെറുതായി പോയതുകൊണ്ട് മാറിപ്പോകാൻ പറയുന്നത് അസംഭവ്യമാണ്. വലുതും ചെറുതും ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ, ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, ദയവായി ഓർക്കൂ, അധികം വളർന്നു പോയാലും ഒരേ ശരീരത്തിൻ്റെ ഭാഗമാകയാൽ ഒരുമിച്ച് നിൽക്കത്തക്കവണ്ണമാണ് ദൈവം ശരീരത്തെ സൃഷ്ടിച്ചത്. ദൈവ സൃഷ്ടിയിൽ ശരീരം എങ്ങനെയാണോ അതുപോലെ തന്നെ ദൈവിക കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ തിരുസഭയുമാണ്. ഇതിനകത്ത് ഒരവയവത്തിന് വേദനയുണ്ടെങ്കിൽ ഇതര അവയവങ്ങൾ ഒരുമിച്ച വേദന സഹിക്കും. എൻ്റെ കണ്ണിന് വേദന വന്നാൽ കണ്ണ് തന്നെയല്ല നൊമ്പരപ്പെടുന്നത്, മുഴുവൻ ശരീരവും ബുദ്ധിമുട്ടില്ല. എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ തുമ്പത്താണ് വേദനയെങ്കിൽ അയ്യോ അല്ല, ശരീരം മുഴുവനും വേദനപ്പെടുകയാണ്. പല്ലേലൊരു വേദന വന്നാൽ ഏത് പല്ലേലാന്ന് പലർക്കും തിരിച്ചറിയത്തില്ല. കാര്യം എല്ലാവരും കൂടെ ഷെയർ ചെയ്യുകയാണിത്. ഇന്ന് സഭയ്ക്ക് ഒരുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ ഇറ്റ്സ് എ കോമൺ കോസ്, ഒരു കോമണായ പ്രശ്നമാണിത്. എല്ലാവരുടെയും കൂടെ കോമൺ പ്രോബ്ലമാണിത്. ഇന്ന് പകൽ അതിനെ നേരിടുവാൻ സഭ ഒരുമിച്ച് തീരുമാനിക്കും. അതിന് കർത്താവ് നമുക്ക് വലിയൊരു മെത്തേഡ് തന്നിട്ടുണ്ട്. ഒരുവന് വേണ്ടി വേറൊരുവൻ അപേക്ഷിക്കുക. ഒരുവന് വേണ്ടി വേറൊരുവൻ അപേക്ഷിച്ച് തുടങ്ങുമ്പോൾ കർത്താവ് അതിനൊരു പ്രതിവിധി തന്നിരിക്കും. പല മെയിലുകളും എനിക്ക് വരുമ്പോൾ ഞാൻ തിരിച്ച് അവർക്ക് 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, രക്ഷയില്ല. വീണ്ടും 3-ാമത്തെ പ്രാവശ്യം മെയിൽ ആവർത്തിച്ചാൽ ചിലതിന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തന്നെ ഹൃദയത്തിൽ ഒരു ചിന്ത വരും. ഞാൻ അങ്ങനെയുള്ളവർക്ക് എഴുതും, നിങ്ങളുടെ സ്വന്തം ചർച്ചിൽ നിങ്ങൾ പോകുന്ന ലോക്കൽ കോൺഗ്രിഗേഷനിൽ നിങ്ങളുടെ പാസ്റ്ററോട് ഈ ആവശ്യം പറയണം. പലരും എന്നോട് പറയാറുണ്ട്, ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, പുള്ളി ശ്രദ്ധിക്കത്തുമില്ല. ഞാൻ പിന്നെ എന്തിനേയും മണ്ണങ്ങട്ടെ അവിടെ പോയിരിക്കുന്നേ? അങ്ങനെ സഹകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു പ്രയോജനമല്ല. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. എടോ, അതാതെനിക്ക് പറ്റിയ പെശക് കളഞ്ഞേച്ച് എവിടെയെങ്കിലും ദൈവസഭയെ കൂടാൻ നോക്ക്. അവരന്യോന്യം അറിയണം. നിങ്ങൾ പോകുന്ന സഭയിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ദൈവദാസനോടും കൂടെ പറയണം, എന്നോട് പറയണം, ഞാനും പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനൊരു മറുപടിയുണ്ട്. കാരണം ഒരു ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ ഒരുമിച്ചൊരു വേദന പങ്കുവെക്കുന്നത് പോലെ നാം ഒരുമിച്ച് വേദന പങ്കുവെക്കുകയാണ്. നിനവേയുടെ പട്ടണത്തിൽ ഒരിക്കൽ ദൈവത്തിൻ്റെ ശാപം അറിയിച്ചുകൊണ്ട് പ്രവാചകൻ ചെന്നു. നിനവെ പട്ടണത്തിൽ ചെന്ന് യോനാ പ്രവാചകൻ നിങ്ങൾക്കൊരു നാശം വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ നിനവയിലെ രാജാവ് അനുതപിച്ചു. അദ്ദേഹം ഒരു കൽപ്പന പാസ്സാക്കി. അദ്ദേഹം പറഞ്ഞു, ഇവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഒരെണ്ണത്തിന് പാല് കൊടുത്തേക്കരുത്, ഒരൊറ്റ എണ്ണത്തിന് ആഹാരം കൊടുക്കരുത്, കന്നുകാലികൾക്ക് തീൻ കൊടുക്കരുത്, കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കരുത്. നിനവെ പട്ടണം നിലവിളിക്കട്ടെ. അയ്യോ ദൈവമേ, ആ പദം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഇവിടെയുള്ള കന്നുകാലികൾക്ക് ആഹാരം കൊടുക്കരുത്, രാജകൽപ്പനയാണ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന്. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആഹാരം
ആഹാരം കൊടുക്കരുത്. നമുക്കറിയാം, കുഞ്ഞിന് തക്ക സമയത്ത് പാല് കൊടുത്തില്ലെങ്കിൽ കരഞ്ഞ് വീടിളക്കും. കന്നാലിക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ ചിലത് അമറി പിടിപ്പിക്കും, ചിലത് മാന്തിപ്പറിക്കും. എനിക്ക് ആഹാരം കിട്ടിയില്ല, ഞാനും കിടന്നൂരുളും. പട്ടണം മുഴുവനും, അല്ല നിനവേ രാജ്യം മുഴുവനും ഒരുപോലെ നിലവിളിക്കുവാൻ തുടങ്ങി. മൃഗങ്ങൾ ആഹാരം കിട്ടാത്ത ദുഃഖത്തിൽ, കുഞ്ഞുങ്ങൾ പാല് കിട്ടാത്ത ദുഃഖത്തിൽ, വലിയവർ പാപം ചെയ്തു പോയ ദുഃഖത്തിൽ ഒരുപോലെ നിലവിളിച്ചതോടെ സ്വർഗത്തിൽ നിന്ന് കേട്ട് മനസ്സലിഞ്ഞ് നിനവേ രാജ്യത്തെ വിടുവിച്ചു. ബേഥേൽ 40 ദിവസങ്ങളിലേക്ക് നമ്മൾ കയറാൻ പോകുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കരയുവാൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലവിളിക്കുവാൻ നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടാൻ പോകുകയാ. ഇന്നത്തെ തകർന്ന സാഹചര്യത്തിൽ, ഇന്നത്തെ ഉടഞ്ഞ സാഹചര്യത്തിൽ ജനത്തെ കൂട്ടം കൂട്ടമായി കശാപ്പ് ചെയ്ത് മാറ്റുമ്പോൾ, ലോകവ്യാപകമായി അക്രമയാസക്തി പെരുകി വരുമ്പോൾ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കരയുവാൻ വി ഇൻവൈറ്റ് പീപ്പിൾ ഫ്രം ഓൾ അറൗണ്ട് ദ ഗ്ലോബ്. ബാംഗ്ലൂരിൽ വരാൻ കഴിയാത്തവർ വരത്തില്ല, പക്ഷെ ഉപവസിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാകുമോ? എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്? നിങ്ങളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട്, ഞാൻ എൻ്റെ വ്യക്തി ജീവിതം ക്രമീകരിച്ചുകൊണ്ട്, കുടുംബങ്ങളുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട്, സഭകളുടെ ഉപദേശങ്ങൾ, ജീവിത ശൈലികൾ ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്തു വരുമെങ്കിൽ ഒരു വിടുതലിന് ദൈവം തയ്യാറാകും. ആസന്ന ഭാവിയിൽ വരാൻ പോകുന്ന വലിയ നഷ്ടത്തിൽ നിന്നും ശാപഘോഷങ്ങളിൽ നിന്നും ദൈവം ഒന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി നിനവേ പട്ടണം നിലവിളിച്ചപ്പോൾ ദൈവം യോനായോട് പറഞ്ഞു, യോനായേ, ഞാൻ എൻ്റെ മനസ്സ് മാറ്റിയിരിക്കുന്നു. ഒരവയവത്തിന് പഴുപ്പായാൽ, എൻ്റെ ശരീരത്തിൻ്റെ വ്യത്യസ്ത അവയവങ്ങൾ മുള്ളുകൊണ്ടതുകൊണ്ടും കല്ലുകൊണ്ടതുകൊണ്ടും ആണി കൊണ്ടതുകൊണ്ടും പല പ്രാവശ്യം പഴുത്തിട്ടുണ്ട്, മുറിഞ്ഞതുകൊണ്ട് പല പ്രാവശ്യം വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങൾ ചേർന്ന് ആ ഭാഗത്തെ സഹായിച്ചതോടെ ഇന്ന് പാടുപോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല, ഇന്നതിൻ്റെ ഓർമ്മ പോലും ഇല്ലാതെ വിടുവിക്കപ്പെട്ടു. ഇതിനകത്തിരിക്കുന്ന പല പ്രിയപ്പെട്ടവർ, വിടുവിക്കപ്പെട്ടവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പാടുമായിച്ച, എന്നെ വിടുവിച്ചെടുത്ത ദൈവമേ, അനേകരുടെ അപേക്ഷ ഒരുമിച്ച് കേട്ടുകൊണ്ട് അങ്ങനെ സഹായിച്ചല്ലോ. ഞാൻ ദൈവസഭയുടെ ഭാഗമാണ്. ദൈവജനത്തോട് പറ്റി നിൽക്കുവാൻ ഐ എം നെവർ ടു ഗ്രോൺ അപ്പ് ടു ബി ഇൻഡിപെൻഡന്റ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കത്തക്കവണ്ണം അത്രയും അങ്ങ് വളർന്നു പോയില്ല, ആ ബുദ്ധിശൂന്യത എനിക്കുണ്ടായില്ല. ഐ എം ഇന്റർ ഡിപ്പെൻഡന്റ് അപ്പോൺ ദി അതേഴ്സ്. മറ്റുള്ളവരെ ഞാൻ ആശ്രയിച്ച് നിൽക്കുന്നവനാണ്. ഇത് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അടുത്താൽ എൻ്റെ കർത്താവിന് ഇന്ന് പറയാനുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പെടലിയുടെ ഇടത്തുഭാഗത്തായി, ഇന്ന് ഹീലിംഗ് സൺഡേ അല്ല, പക്ഷേ പെടലിയുടെ ഇടത്തുഭാഗത്തായി ഒരു നരമ്പിന് കേടുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നതായി ദൈവാത്മാവ് എന്നെ അറിയിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. പെടലിയുടെ ഇടത്തുവശത്തെ ഒരു നരമ്പിന് കേടുള്ള ഒരു വ്യക്തിയെ സൗഖ്യമാക്കുവാൻ ഇന്ന് പകൽ എൻ്റെ കർത്താവ് താല്പര്യപ്പെടുന്നുണ്ട്. അതേ വ്യക്തിയുടെ തന്നെ ചെസ്റ്റിൻ്റെ ഇടത്തുഭാഗത്തും ഒരു വിലക്കം പോലെ ഉണ്ടാകുന്നതായി ഞാൻ കാണുന്നുണ്ട്. ഇന്ന് പകൽ എവിടെയാണെങ്കിലും, ഇതിനകത്താണെങ്കിലും പുറത്താണെങ്കിലും സൗഖ്യത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. കർത്താവ് സൗഖ്യമാക്കും. സഭയുടെ അപേക്ഷ കേൾക്കുകയാണ്. ദൈവസഭയുടെ അപേക്ഷ കേട്ട് സൗഖ്യമാക്കുന്നവനായ ദൈവം. ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് ഒരു കൊച്ചു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. രോഗശാന്തിയും കൃപാവരങ്ങളും ഒരു വ്യക്തിയുടെ വകയല്ല. ഒരു സംശയവുമില്ല, ദൈവം ചിലരെ രോഗശാന്തികൾ ഏൽപ്പിക്കും, ചിലരെ ദൈവം പ്രാർത്ഥന ഏൽപ്പിക്കും, ചിലരെ പ്രവചനം ഏൽപ്പിക്കും. പക്ഷേ അത് സ്വയപ്രയോജനത്തിന് വേണ്ടിയുള്ളതല്ല, സ്വന്തം ക്രെഡിറ്റ് എടുക്കേണ്ടതിന് വേണ്ടിയല്ല. അങ്ങനെ ആക്കിയവരെ ദൈവം സഭയിൽ അപ്പോസ്തലന്മാർ, സഭയിൽ ഉപദേഷ്ടാക്കന്മാർ, ദൈവസഭയ്ക്ക് വേണ്ടിയാണ് ആക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ചിലർ ദൈവസഭയ്ക്ക് വേണ്ടി ഇനിയും പ്രയോജനപ്പെടുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. ചിലരെ അധികം പ്രയോജനത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരട്ടെ. We are interdependent. സഭയെ ശുശ്രൂഷിക്കുവാൻ സഭയിൽ ദൈവം കൃപാവരങ്ങൾ കൊടുക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു സ്ഥലത്ത്, ഐ ഡോണ്ട് റിമെമ്പർ എവിടെയാണ്, ഞാൻ ഓർക്കുന്നില്ല, എവിടെയോ ഒരിടത്ത് വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, വലിയവരെ അധികം പേരും രക്ഷിക്കപ്പെട്ടത് പള്ളിയിൽ വെച്ചല്ല. വലിയവരിൽ അധികം പേരും രക്ഷിക്കപ്പെട്ടതും ദൈവകൃപയിൽ വന്നതും പള്ളിയിൽ വെച്ചല്ല. നമുക്ക് പരിചയമുള്ളതിലെ ഏറ്റവും വലിയവരിൽ ഒരുവനാണ് വിശുദ്ധ പൗലോസ്. പള്ളിക്കകത്ത് വെച്ചല്ല മാനസാന്തരം ഉണ്ടായത് ദമസ്കോസിലേക്കുള്ള പടിവാതിക്കൽ വെച്ചാണ്. നമുക്കറിയാവുന്ന ബൈബിളിലെ വലിയവരുള്ള ഒരാളാണ് പത്രോസ്. മാനസാന്തരപ്പെട്ടത്, ദൈവത്തെ അനുഗമിച്ചത് പള്ളിയിൽ വെച്ചല്ല, പകരം കടൽ തീരത്ത് വെച്ചായിരുന്നു. മത്തായി യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചത് ചുങ്കസ്ഥലത്ത് വെച്ചായിരുന്നു. പക്ഷേ പള്ളിയിൽ വെച്ച് മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ട്, നീ ചുങ്കസ്ഥലത്ത് നിന്ന് മാനസാന്തരപ്പെട്ടതുകൊണ്ട് ചുങ്കസ്ഥലത്ത് ഇരുന്നോളാൻ പറഞ്ഞ് മത്തായിയെ കളഞ്ഞില്ല, പൊക്കി ദൈവസഭയെ കൊണ്ടുവച്ചു.
ആ ആശയങ്ങൾക്കായി സ്തോത്രം. പൗലോസ്, നീ ദമസ്കോസിന്റെ വടിവാതിക്കൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞില്ല, പൊക്കിയെടുത്ത് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവച്ചു. പത്രോസ്, അങ്ങ് കടൽ തീരത്ത് തുടരുക എന്ന് പറഞ്ഞ് വിട്ടില്ല, അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ദൈവസഭയുടെ അകത്ത് കൊണ്ടുവച്ചു. ഇന്ന് പകൽ ലോകത്തിൽ എവിടെ വെച്ചാണ് ദൈവം ഇടപെട്ടതെങ്കിലും നിങ്ങൾക്ക് ബന്ധം വേണ്ടത്, എനിക്ക് ബന്ധം വേണ്ടത് ദൈവസഭയുമായിട്ടാണ്. അങ്ങനെ സന്ധികളാലും ഞരമ്പുകളാലും അന്യോന്യം ബന്ധപ്പെട്ട് ഇന്റർ ഡിപ്പെൻഡൻ്റായി ഒരുമിച്ച് വളരുവാൻ ദൈവസന്നിധിയിൽ തീരുമാനിക്കുന്ന ദൈവ പൈതലേ, 1-2 വാക്യങ്ങൾ വായിച്ച് നിർത്തിക്കോട്ടെ. യൂദ ഒറ്റ അധ്യായമേ ഉള്ളൂ, 24-ാമത്തെ വാക്യം. യൂദായുടെ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ, 24-ാമത്തെ വാക്യം. വീഴാതെ വണ്ണം വായിച്ചാട്ടെ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആരെങ്കിലും ഒരുവൻ നിൽക്കുന്നുവെന്ന് തോന്നിയാൽ വീഴ്ച കളയുന്ന ഒരു വല്ലാത്ത ശക്തിയുണ്ട്. ഞാൻ ദൈവസഭയുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് തോന്നിയാൽ എന്നെ പിഴുതു മാറ്റുവാൻ അനേകർ വന്നെന്ന് വരും. വ്യക്തിജീവിതത്തിൻ്റെ അനുഭവം മുതൽ സഭാജനങ്ങളുടെ സാക്ഷ്യങ്ങൾ വരെ അനേക കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാം, എൻ്റെ അടുക്കൽ വ്യക്തിപരമായി വന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് നിനക്ക് എന്നാ ചെയ്തു തരും, അവരാകപ്പാടെ 1 വർഷം കൊണ്ട് നിനക്ക് ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നിനക്ക് ചെയ്തു തരാം, കൂട്ടായ്മയുടെ വലങ്കരം തരാനാണ് വന്നതെന്ന് പറഞ്ഞ് വന്ന മാന്യരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിന് എനിക്ക് ഒന്നും തന്നിട്ടില്ല, തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല, അങ്ങോട്ട് സെർവ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതങ്ങ് ചെയ്തോട്ടെ, ശല്യപ്പെടുത്താതെ. അതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വീഴിക്കുവാൻ ഒരുപാട് ശക്തികൾ കാണും. വിശ്വാസത്തിൽ വീഴിക്കുവാൻ, ദുരുപദേശങ്ങളിലേക്ക് താഴ്ത്തുവാൻ, ഇമ്പകരമായ പലതും കാണിച്ച് പ്രലോഭനങ്ങൾ തരുവാൻ ഒക്കെ പലതും വരുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത വീഴാതെ വണ്ണം നിർത്തുവാൻ എൻ്റെ ദൈവം താല്പര്യപ്പെടുക. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കേണ്ടതിന് മാനപാത്രമായി നിൽക്കുന്ന ദൈവ പൈതലേ, നിങ്ങളെ തേജസ്സുള്ള വിശുദ്ധ പാത്രങ്ങളാക്കുവാൻ, മാനപാത്രങ്ങളാക്കുവാൻ. ഒന്നുകൂടെ വായിച്ചാട്ട് 24, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. അല്ലേ, വായിച്ചു. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. മതി മതി മതി. എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വേണ്ട. ഒന്ന്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്. ഇന്ന് പകൽ നമുക്ക് പറയാം, ഞാൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കുക. പക്ഷേ എൻ്റെ സൂക്ഷ്മതയോട് ചേർന്ന് എന്നെ പിടിക്കുന്നവനായൊരു ദൈവമുണ്ട്. പിച്ച നടക്കുവാൻ കഷ്ടിച്ച് കഴിയുന്ന ഒരു കുഞ്ഞ് എഴുന്നേറ്റൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ വീഴാതെ നടക്കുവാൻ ആ കുഞ്ഞ് ശ്രമിക്കുന്നതോടൊപ്പം ഞാൻ ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചിരിക്കും. ആ കുഞ്ഞ് ശ്രമിക്കുന്നുണ്ട്, സത്യം. ഞാൻ അവൻ്റെ കയ്യെ പിടിച്ചതുകൊണ്ട് അവൻ വീഴത്തില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലേ, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്ന ദൈവം. മുന്നോട്ട് തള്ളുന്ന ശക്തിയുണ്ട്, പുറകോട്ട് പിടിക്കുന്ന ശക്തിയുണ്ട്, പ്രലോഭിപ്പിക്കുന്ന ശക്തികളുണ്ട്, പലതും പറയുന്ന ശക്തികളുണ്ട്. അവന് കാണേണ്ടത് ഞാനൊന്ന് വീഴുന്നതാണ്. എന്നാൽ ഞാൻ ആരോട് കണക്റ്റഡാണ്? ആ ദൈവത്തിന് പറവാനുള്ളത്, ഞാൻ വീഴാതെ നിന്നെ സൂക്ഷിക്കാം. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ഭാരപ്പെടുന്ന ചിലതിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നേരെ നിൽക്കുവാൻ തിരുസന്നിധിയിൽ തീരുമാനിക്കൂ. വീഴാതെ നിൽക്കുന്ന ദൈവം. ഒന്ന്, വീഴാതെ നിങ്ങളെ തൻ്റെ സന്നിധിയിൽ. എൻ്റെ കാര്യം ഞാനാ നോക്കുന്നത്. എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നത്, എടോ ആരുടെ മനസാക്ഷിയാ മോശമാണെന്ന് ആരോടാ പറയുന്നത്? എല്ലാത്തിനോടും നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊലപാതക കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയോട് ഒരിക്കൽ മറ്റൊരുത്തനെ കുത്താൻ നിൻ്റെ മനസാക്ഷി സമ്മതിച്ചല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, അത് നല്ല കാര്യത്തിനാണ് കുത്തിയെന്നാ പറ. അവൻ്റെ മനസാക്ഷി പറയുന്നത് ചെയ്ത ശരിയാന്നാ. ആരുടെ മനസാക്ഷി ആരോട് മോശമാണെന്ന് പറയത്തില്ല. അവൻ നല്ലതാണെന്നും കണ്ട സകലതും ചെയ്യുന്നത്, യേശുവിനെ കുരിശിച്ചത് നല്ലതാണെന്നും കണ്ട ഒത്തിരി പേർ ചെയ്തത്. പക്ഷെ തെറ്റും ശരിയും തീരുമാനിക്കുന്നത് എൻ്റെ മനസാക്ഷിയല്ല, പകരം ബൈബിളാ. ബേസിക് മോഡലിൽ മനസാക്ഷി തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ദൈവമാണ് ചെയ്യുന്നത്. വീഴാതെ വണ്ണം തൻ്റെ സന്നിധിയിൽ. 3, കളങ്കമില്ലാത്തവരായി കഴുകി വെടിപ്പാക്കി എൻ്റെ പാത്രത്തെ ശുദ്ധീകരിച്ച് വളരുവാൻ ഞാൻ ഏൽപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞ്, തേജസ്സുള്ളവരായി വെടിപ്പുള്ളവരായി മഹത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് കളങ്കമില്ലാത്തവരായി ഞാൻ നിങ്ങളെ വളർത്താൻ പോകുകയാണ്. ആനന്ദത്തോടെ നിർത്തേണ്ടതിന്. എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോലെ അയ്യോ സ്നാനപ്പെട്ടപ്പോൾ തുടങ്ങിയത് ആ കഷ്ടം, അയ്യോ നോ കുഞ്ഞെ, ഇതൊന്നും അല്ല ദൈവത്തിങ്കിൽ നിന്ന് വരുന്നത്. കഷ്ടം സഹിപ്പാൻ കൃപ ലഭിച്ചതിനായി സ്തോത്രം.
ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ആഴമോ ഉയരമോ വാഴ്ചകളോ അധികാരങ്ങളോ കഷ്ടതയോ പട്ടിണിയോ വാളോ നഗ്നതയോ ആപത്തോ അല്ല ഭൂമിയിലുള്ള വേറെ ഏതെങ്കിലും ഒരു ഘടകത്തിനോ എന്നെ പിന്മാറ്റാൻ കഴിയുന്നതല്ല. ഞാൻ എൻ്റെ കഷ്ടതയിലും പ്രശംസിക്കുന്നു, എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. കാര്യം പ്രശംസിക്കുവാൻ എനിക്ക് യേശുവിൻ്റെ ക്രൂശുണ്ട്. ഇന്ന് പകൽക്കാലം ഈ ഗൗരവമേറിയ കാഴ്ചപ്പാട് നമുക്കൊന്ന് ഏറ്റെടുക്കാം. എബ്രായ ലേഖനം 12:1 സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് 10,000 ജനകോടികൾ ഓടിത്തികച്ച ഈ മണ്ണിൽ, പാത്രം സൂക്ഷിച്ച ഈ മണ്ണിൽ, വിശുദ്ധിയിൽ നടന്ന ഈ മണ്ണിൽ എൻ്റെ പാത്രത്തെ ഞാൻ സൂക്ഷിച്ച് വിശുദ്ധിയിൽ നടക്കുമെന്ന് പറയുവാൻ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് ഒരു സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇറങ്ങാം. യേശുവേ, ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. വീഴാതെ വണ്ണം സൂക്ഷിച്ച് നിർത്തുവാൻ കഴിയുന്ന നിത്യദൈവമേ, ഇന്ന് പകൽ ഞങ്ങളെ തൃക്കരങ്ങളിലേക്ക് ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ചില വലിയ കാര്യങ്ങൾ ചെയ്യണമേ. മഹത്വം അങ്ങേക്ക്. വിവിധ ഇടങ്ങളിൽ ഒരുമിച്ച് പങ്കെടുത്തവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവിടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം അവരുടെ മേൽ വസിക്കട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ചില മിനിറ്റുകളിലൂടെ തുടരാൻ പോകുകയാണ്. നിങ്ങളവിടെ ഒന്ന് പോകണ്ട. ഇന്ന് രോഗികളായി 2 കൂട്ടരെ ദൈവാത്മാവ് അല്ല ഒരു കൂട്ടരെ, രണ്ടും കൂടെ ഒറ്റയാളിന് തന്നെ എന്നെ കാണിച്ചത്. പെടലിയുടെ ഇടത്ത് സൈഡിലായി നരമ്പിന് വേദനയുള്ളതും, അതേ ആളിന് ഇടത്ത് വശത്ത് 6 മലയോട് ചേർന്നൊരു വിലക്കം ഉണ്ടാകുന്നതായും പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ഇന്ന് ഹീലിംഗ് സൺഡേ ഒന്നും അല്ല. ഞങ്ങളാരും ഹീലിങ്ങിന് റെഡി ആയിട്ടല്ല വന്ന്, കർത്താവ് അതിന് റെഡിയാണ്. അതുകൊണ്ട് നമ്മളങ്ങ് ചെയ്യാൻ പോവുക. അങ്ങനെയുള്ളവർ ഈ സമയത്ത് അവരുടെ വേദനയുള്ള ഭാഗത്തേക്ക് ഒരു കൈവച്ചു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടേക്കാം, ഇതിനകത്തും കണ്ടേക്കാം. ഞാൻ ഒറ്റയാളിനോട് ഇതിനകത്ത് എഴുന്നേക്കാൻ പറഞ്ഞാൽ പലരും എഴുന്നേക്കുമെന്ന് എനിക്കറിയാം. എത്ര പേരെ കർത്താവ് സൗഖ്യമാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ലാർജ് നമ്പർ ഞാൻ കണ്ടില്ല. പക്ഷെ വളരെ സീരിയസ് ആയ ആരോ അതുപോലെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്കൊരു വിടുതല. യേശുവേ, ഈ സമയം ആ കരം വെച്ചവരെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ദൈവിക രോഗസൗഖ്യം കൽപ്പിക്കുക. ഒരു ദൈവിക രോഗസൗഖ്യം കൽപ്പിക്കുക. അങ്ങിടപെട്ടതാകയാൽ ഈ സമയം സൗഖ്യമാകട്ടെ. ഇന്നൊരു ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ. കർത്താവേ, മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ എങ്ങനെ പോകണമെന്നൊന്ന് പറഞ്ഞു കർത്താവേ, ഒരു ഗൈഡൻസ് തന്നാട്ടെ. ഈ മിനിറ്റിന് ആവശ്യമുള്ളൊരു ഗൈഡൻസ് തന്നാട്ടെ കർത്താവേ. ഈ സമയത്ത് ഞങ്ങൾ എന്തു വേണം? ഈ കോൺഗ്രിഗേഷൻ്റെ നടുവിൽ ഞങ്ങൾ എന്തു വേണം? കർത്താവേ, വെബ്കാസ്റ്റിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി എന്തു വേണം? ഈ സമയത്ത് ഞങ്ങളോട് സംസാരിക്കണേ. സഹോദരന്മാരെ, ദൈവത്തോടുള്ള എൻ്റെ റിലേഷൻ എവിടെയോ അകന്നുപോയി. എനിക്കറിയാവുന്നൊരു തോന്നലായിപ്പോയി. ഞാൻ എന്നെ തന്നെ ദൈവസ്ഥാനത്തിൽ റീഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ ക്യാൻ നെവർ ബി ഇൻഡിപെൻഡൻറ്റ് ബട്ട് ഇൻ്റർഡിപെൻഡൻറ്റ്. MA വർഗീസിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് എല്ലാവരേക്കാളും കൂടുതൽ അറിയാമെന്ന്, അല്ലെങ്കിൽ പലരേക്കാളും കൂടുതൽ അറിയാമെന്ന്. അവയെ തെറ്റിപ്പോയി. ഞങ്ങൾ ഇൻ്റർഡിപെൻഡൻറ്റ് എന്ന് തിരുമുമ്പിൽ പറയട്ടെ. തിരിച്ച് ഞങ്ങളുടെ പ്രതിഷ്ഠയെ, ദൈവത്തോടുള്ള പ്രതിഷ്ഠയെ, ദൈവവചനത്തോടുള്ള പ്രതിഷ്ഠയെ പുതുക്കുവാൻ ഇന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളെ തരുന്ന കർത്താവേ, ഇന്ന് പകൽ ദൈവം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. യേശുവേ, ഞങ്ങളുടെ രാജ്യവും പ്രതികൂലം നേരിടുമ്പോൾ എൻ്റെ ജീവിത ബലഹീനത കൊണ്ട് ദൈവത്തിനെ ഉപയോഗിപ്പാൻ കഴിയുകയില്ല എന്നൊരു സ്ഥിതിയിൽ നിൽക്കരുതേ. കർത്താവ്, എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഞാൻ ദൈവവുമായി എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു. കവനൻ്റ് റിസ്റ്റോറേഷൻ അതിതല്ല, അതിന് വേറൊരവസരം ദൈവം തരട്ടെ. എന്നാൽ ഇന്ന് വ്യക്തിപരമായി എൻ്റെ ബന്ധം ഞാൻ ദൈവത്തോടും ദൈവസഭയോടും പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. തികഞ്ഞ സ്നേഹത്തോടും ദൈവകൃപയോടും കൂടെ ഒരുവനോട് ഒരുവൻ ബന്ധപ്പെട്ട് നിൽക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ കർത്താവ് സഭയായി ഞങ്ങളെ സമർപ്പിക്കുന്നുവെന്ന് സഭയ്ക്ക് വേണ്ടി ഞാനിവിടെ വിളിച്ചു പറയുക. ഈ സമയം വ്യക്തിപരമായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞകാല ബലഹീനതകൾ വന്നത് ക്ഷമിക്കണം. ഐ കം ഫോർ എ റീകൺസിലിയേഷൻ വിത്ത് യു. അങ്ങയോട് വീണ്ടും എൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കി ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവർ ദയവായി ആ ഇരിക്കുന്നിടത്തൊന്ന് എഴുന്നേറ്റാട്ടെ. ദാറ്റ് ഈസ് ബേസിക്കലി ഫോർ കോൺഗ്രിഗേഷൻ വിത്തിൻ. പക്ഷേ അതേസമയം വെബ്കാസ്റ്റിലൂടെ ശ്രദ്ധിക്കുന്നവർ യു ക്യാൻ റിയാക്ട് ഇൻ യുവർ ഓൺ വേ. ഒരുപാട് പേര് ഇതിനകത്ത് എഴുന്നേൽക്കുന്ന എനിക്ക് കാണാം. ഞാൻ എവിടെയോ എൻ്റെ റിലേഷൻസ് ഉടഞ്ഞുപോയി. ഐ വാണ്ട് ടു റിക്കൺസൈൽ വിത്ത് ഗാഡ്. ഞാൻ കുടുംബത്തിൻ്റെ റിസ്റ്ററേഷൻ ഒന്നും അല്ല പറയുന്നത്. ഐ വാണ്ട് ടു റിക്കൺസൈൽ വിത്ത് ഗാഡ്. എൻ്റെ തീരുമാനങ്ങളിൽ ചിലത് തെറ്റിപ്പോയി.
I thought I am independent. No, I am interdependent. We are interdependent. എൻ്റെ കറൻസിയിൽ ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ എനിക്ക് കഴിയും. ഫോർ ഇറ്റ് ഇസ് എ കോമൺ കോസ്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയും. നീ ചെവി അല്ലാത്തതുകൊണ്ട് കാഴ്ച ഈ ശരീരത്തിന് വേണ്ട, പൊക്കോന്ന് കണ്ണിനോട് പറയാൻ എനിക്കൊക്കത്തില്ല. നീ ചെവി കണ്ണല്ലാത്തത് കൊണ്ട് പൊയ്ക്കോന്ന് ചെവിയോട് പറയാൻ എനിക്കൊക്കത്തില്ല. നോ. കർത്താവേ, ഞങ്ങളുടെ തീരുമാനങ്ങൾ പുതുക്കേണ്ടതിന് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന അടിയങ്ങളെ ഒരുമിച്ച് അങ്ങ് അംഗീകരിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തങ്ങളുടെ തീരുമാനങ്ങളിൽ നിലനിൽക്കുന്നവർക്കായി സ്തോത്രം. ഞങ്ങളുടെ മേലൊരു ദൈവകൃപ പകർന്നതിനായി സ്തോത്രം. ഈ രാവിലെ രോഗസൗഖ്യം കൽപ്പിച്ചതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ഇരുന്നാട്ടെ. പെടലിയുടെ ഇടത്തുവശത്തും അതേ സമയത്ത് നെഞ്ചിൻ്റെ ഇടത്തുവശത്ത് വിലക്കവുമായി. പെടലിക്ക് വേദനയും നെഞ്ചിൻ്റെ ഇടത്തുവശത്ത് വിലക്കവുമായി. ഇതിനകത്തുണ്ടായിരുന്നവർ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ, ഉണ്ടായിരുന്നെന്ന് കരുതുന്നു. സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ഈ സമയം നോക്കിയോ, വേദന ഇവിടെ കാണത്തില്ല, വിലക്കുമില്ല. തങ്ങളുടെ ശരീരം സൗഖ്യമായി എന്ന് അവരവർ ഉറപ്പുവരുത്തിയ ശേഷം ദൈവനാമ മഹത്വത്തിനും നമ്മുടെ രോഗശാന്തിയുടെ നിലനിൽപ്പിനുമായി ദയവായി അതാത് സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ശരീരം ശോധന ചെയ്ത് 1, 2, 3, 4, 5, 6 ശോധന ചെയ്തോ. ദൈവം രോഗസൗഖ്യം തന്നു. 7, 8, 9, 10. സ്തോത്രം. കർത്താവേ, ഇതിനകത്ത് ഇത്രയും പേരെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കേൾവിയിൽപ്പെട്ട 10,000 ലക്ഷങ്ങളെ കർത്താവ് തൊട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, അങ്ങേക്ക് മാത്രം. രോഗശാന്തി അടിയൻ്റെ വകയല്ല, അത് ദൈവത്തിൻ്റെ വകയാണ്. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ദയവായിരുന്നാൽ ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുപാട് പേര് കൃപാവരങ്ങൾ ഏറ്റുവാങ്ങണം. കർത്താവിന് മഹത്വം. വാക്കുമാറാത്ത ദൈവത്തെ സേവിക്കുവാൻ, മാറ്റമില്ലാത്ത ദൈവത്തെ സേവിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് നൽകിയിരുന്ന അവസരത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. വാക്കുമാറുകില്ല. ഇല്ല, 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 ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. വാക്കുമാറുകില്ല. വാഗ്ദത്തം, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. വാക്കുമാറുകില്ല. ഇല്ല, 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 ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല,
ഒരിക്കലുമില്ല, വാക്കു മാറുകില്ല. ഇല്ല 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 ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വാക്കു മാറുകില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചെന്നാലും എന്റെ ഉള്ള കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. പ്രതികൂല കാറ്റന്മേലടിച്ചെന്നാലും എന്റെ ഉള്ള കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വാക്ക് മാറുകില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വാക്ക് മാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അമ്മ ഇല്ല ഇല്ല ഒരിക്കലും. ചേർന്ന് പാടിയാട്ടെ. ഇല്ല ഇല്ല ഒരിക്കലും, ഇല്ല ഇല്ല ഒരിക്കലും. ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്ക് മാറുകില്ല, അവൻ വാക്ക് മാറുകില്ല. വാഗ്ദത്തം വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്ക് മാറുമോ. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്ക് മാറുകില്ല, അവൻ വാക്ക് മാറുകില്ല. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിലോട്ട് അടുത്ത് വരുന്നു. കർത്താവേ, നല്ലൊരു ആരാധന ദൈവം തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശ ഭാഗങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നീട്ടി ഓരോ കരത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ, ദൈവം ബലപ്പെടുത്തുവാൻ യേശുവിൻ്റെ നാമത്തിൽ we speak abundance in Jesus name. ദൈവിക അഭിവൃദ്ധി യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ശുഖാമ ജൽപ്രഭാന ഹദൽകനാദിയ യേശുവിൻ്റെ നാമത്തിൽ we speak prosperity in Jesus name. ദൈവം ചെയ്യുക, ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളങ്ങ് ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തുതിച്ചു വാഴ്ത്തുന്നു. അവിടുത്തെ ബലത്തിൻ്റെ തൃക്കരം ഞങ്ങളോടുകൂടെ ഇരുന്ന് ഇവിടം വരെ നടത്തിയതിനായി സ്തോത്രം. തിരുക്കരം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു.
ഘനവും ബഹുമാനവും പുകഴ്ചയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അവിടുന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. അടുത്തത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങയുടെ സമയമായതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങയുടെ സമയമായതിനായി സ്തോത്രം. എൻ്റെ ജനത്തെ നന്നായി അനുഗ്രഹിച്ച് നയിക്കണേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കണേ. മഹത്വമുള്ള തൃക്കരം ഞങ്ങളുടെ മേൽ നീട്ടണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോട് നമ്മോർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കണമേ. കർത്താവിന്